Hi friends, Domino Physics and മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ എൻട്രൻസിൻ്റെ റേസ് ആയി നമ്മുടെ എൻട്രൻസിൻ്റെ ക്രാഷ് കോഴ്സ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി നമ്മൾ 2 വീഡിയോസ് ചെയ്തിരുന്നു. ഇത് നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ്. അതായത് നമ്മുടെ കൈനമാറ്റിക്സ് അഥവാ നമ്മുടെ മോഷൻ ഇൻ വൺ ഡയമെൻഷൻ അഥവാ മോഷൻ ഇൻ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ് അതൊരു ലെസൺ നമ്മളൊരു തിയറി പാർട്ട് ഒരു ക്ലാസ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു പ്രോബ്ലം സെക്ഷൻ ചെയ്തിരുന്നു. നമ്മളിനി ബാലൻസ് തിയറി പോർഷൻ, അതായത് ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടെ കൊണ്ട് നമ്മുടെ മോഷൻ ഇൻ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു തിയറി പോർഷൻ, അതായത് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ തരും. ഇതിന് അടുത്തൊരു വീഡിയോയിൽ, അതായത് തൊട്ടടുത്ത ദിവസം ഒരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യും ഈ ചാപ്റ്ററോട് റിലേറ്റ് ചെയ്തിട്ട്. അതായത് ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെച്ചിരിക്കേണ്ട കുറച്ച് പോയിന്റ്സുകൾ, അതായത് നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻസും കാര്യങ്ങളും കൂടാതെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻട്രൻസ് എക്സാമിന് കയറുന്ന സമയത്ത് നമ്മൾ ഓർത്ത് വെച്ചിരിക്കേണ്ട കുറച്ച് പോയിന്റുകൾ. കാരണം ഈ ക്വസ്റ്റ്യനുകൾ അല്ലെങ്കിൽ ഈ പോയിന്റുകൾ ഓർത്ത് വെച്ചിരുന്നാൽ നമുക്ക് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഇമ്പോർട്ടൻസ് പോയിന്റ്സുകളും പിന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് അല്ലെങ്കിൽ പ്രീവിയസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനുകളും ആയിരിക്കും നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തിയറി പോർഷനും അതിനോടൊപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് പ്രോബ്ലംസുമാണ് ഡിസ്കസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എന്തൊക്കെയായിരിക്കും ഈ ചാപ്റ്ററിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു പോർഷനിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ മൊത്തം 4 വീഡിയോസാണ് ഈ ചാപ്റ്റർ. നമ്മൾ പറഞ്ഞിരുന്നു ഓരോ ചാപ്റ്ററിനും നമ്മൾ മിക്കവാറും 4 അല്ലെങ്കിൽ 5 ചിലപ്പോൾ 3 വീഡിയോസിലൊക്കെ നിൽക്കും ചെറിയ ചാപ്റ്റർ ആണെങ്കിൽ. അങ്ങനെ ആയിരിക്കും ക്ലാസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ, അതായത് ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത 2 വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ആ വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണാനായിട്ട് ശ്രമിക്കുക. ഇല്ല നിങ്ങൾക്ക് ഓൾറെഡി കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നേരെ വീഡിയോ കണ്ടുകൊള്ളുക. ഇനി ഇതുപോലുള്ള വീഡിയോ ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്താകുന്ന ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. നോട്ടിഫിക്കേഷൻ കിട്ടിക്കൊണ്ടിരിക്കും. ഇനി എന്തെങ്കിലും കാരണം വെച്ചാൽ നോട്ടിഫിക്കേഷൻ കിട്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഗ്രൂപ്പ് വഴി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലെത്താം. ആ ഗ്രൂപ്പിൽ ഞാൻ എല്ലാ ദിവസവും വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്തു വെക്കാനുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിനി വരും ദിവസങ്ങളിൽ അതിനകത്ത് പോസ്റ്റ് ചെയ്യും. അതിനോടൊപ്പം തന്നെ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ എന്താ പറയുക എക്സാം പോലെ നടത്തും. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള നോട്ടും കൂടെ ഞാൻ ആ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് വരികയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയ ടോപ്പിക് എന്ന് പറയുന്നത് ഏതായിരുന്നു? നമ്മുടെ ഗ്രാഫിൻ്റെ തിയറി അല്ലെങ്കിൽ ഗ്രാഫുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസുകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഗ്രാഫിനെ കുറിച്ചുള്ള ഐഡിയാസ് ആയിരുന്നു. പക്ഷേ അതിൻ്റെ പ്രോബ്ലംസ് ഒന്നും നമ്മൾ ചെയ്തില്ല. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രോബ്ലംസിൻ്റെ കൂടെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ബാലൻസ് പോർഷനാണ്. 2 ടോപ്പിക്കേ ഉള്ളൂ. നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൈനമാറ്റിക് ഇക്വേഷൻസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് കൈനമാറ്റിക് ഇക്വേഷനിൽ തന്നെ വരുന്ന വെർട്ടിക്കൽ മോഷനെ കുറിച്ച് പഠിക്കണം. ദെൻ അത് കഴിഞ്ഞ് വരുന്ന റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്ന ടോപ്പിക്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളും അതുമായിട്ട് അനുബന്ധമായി വരുന്ന കുറച്ച് പ്രോബ്ലംസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ഡിസ്കസ് ചെയ്യുക. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കണ്ട. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കൈനമാറ്റിക് ഇക്വേഷൻസ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് ഒക്കെ പറയാറുള്ള ടോപ്പിക്, the kinematic equations. The main important portion, അല്ലെങ്കിൽ നമ്മുടെ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോർഷൻ ആണ് എന്ന് പറയുന്നത് ഈ കൈനമാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. മൊത്തം 4 ഇക്വേഷൻസ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. 4 ഇക്വേഷൻസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, v equal to u plus at. This is the first equation, v equal to u plus at. And second one is s is equal to ut plus half at square. S is equal to ut plus half at square. v square is equal to u square plus 2as. And sn is equal to u plus 2n minus 1 into a by 2. ഓർത്ത് വെച്ചിരിക്കുക, വെരി ഇമ്പോർട്ടൻ്റ് പോയിന്റ്. These 4 equations are used only for uniform accelerated motion. Used in uniform accelerated motion. നമ്മൾ ഈ 4 ഇക്വേഷൻസും യൂസ് ചെയ്യുന്നത് ഏത് കേസിൽ മാത്രമായിരിക്കും? യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ്റെ കേസിലായിരിക്കും. ദാറ്റ് മീൻസ് ആക്സിലറേഷൻ ഈസ് എ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന സിറ്റുവേഷൻസിലാണ് നമ്മൾ ഏത് ഇക്വേഷൻസ് ഉപയോഗിക്കുക? ഇത്രയും ഇക്വേഷൻസും യൂസ് ചെയ്യുക. ഇതിൽ ഓരോ ക്വാണ്ടിറ്റിയും ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം. v is the final velocity, u is the initial velocity and a is the acceleration. കുറച്ചുകൂടെ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ v is the velocity at a time t and u is the velocity at a time t equal to 0 or initial and a is the acceleration. And then s is the displacement in t seconds and u is the initial velocity and etc. Okay, then additional term sn, where sn is the distance in അല്ലെങ്കിൽ displacement in nth second. SN means displacement in nth second. അതായത് ഒരു ഒബ്ജക്റ്റ് ഒരാൾ എന്ന് വിചാരിക്കുക,
ഒരാൾ എന്ത് ചെയ്യുന്നു കരുതുക, ഇങ്ങനെ ട്രാവൽ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അയാളുടെ ഇനിഷ്യൽ വെലോസിറ്റി u ആണ്, അയാളുടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് a ആണ്. അപ്പോൾ t=0 എന്ന് പറയുന്ന ടൈമിലാണ് അയാൾ മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ അവിടെ നിന്ന് അയാൾ ട്രാവൽ ചെയ്ത് t=1 സെക്കൻഡ് ആയപ്പോൾ ഇവിടെ എത്തി. t=2 സെക്കൻഡ് ആയപ്പോൾ t=2 സെക്കൻഡ് ആയപ്പോൾ അയാൾ ഇവിടെ എത്തി. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നിരുത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ്, ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ്, അതാണ് എന്ത് u+2n - 1 × a/2. അതായത് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഫോർത്ത് സെക്കൻഡ്. ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഫോർത്ത് സെക്കൻഡ്. ഡിസ്പ്ലേസ്മെന്റ് ഫോർത്ത് സെക്കൻഡ് മീൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 സെക്കൻഡ് മുതൽ 4 സെക്കൻഡ് വരെ അയാൾ ട്രാവൽ ചെയ്ത ദൂരം. ഫോർ എക്സാമ്പിൾ മറ്റൊരു രീതി പറഞ്ഞാൽ S2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ 2th സെക്കൻഡ്, അതായത് രണ്ടാമത്തെ സെക്കൻഡിൽ അയാൾ ട്രാവൽ ചെയ്ത ദൂരം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ T1, അതായത് ടൈം 1 സെക്കൻഡ് മുതൽ ടൈം 2 സെക്കൻഡ് വരെ ഈ ഒരു ഗ്യാപ്പിലെ ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്ന് പറയുന്നത് SN എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ്, ഓർത്തു വെച്ചിരിക്കുക. 4th സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 3 സെക്കൻഡ് മുതൽ 4 സെക്കൻഡ് വരെയുള്ള ആ ഒരു ടൈം ഇൻ്റർവെലിൽ അയാൾക്കുണ്ടായ ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് ഇൻ 5th സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 4 സെക്കൻഡിനും 5 സെക്കൻഡിനും ഇടയിലുണ്ടായ ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് ഇൻ 7 സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 സെക്കൻഡിനും 7 സെക്കൻഡിനും ഇടയിലുണ്ടായ ഡിസ്പ്ലേസ്മെന്റ്. അതായത് മനസ്സിലാക്കേണ്ട കാര്യം, ടൈം ഇൻ്റർവെൽ എന്ന് പറയുന്നത് എത്രയാണ്? ടൈം ഇൻ്റർവെൽ എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആണ്. അതായത് 1 സെക്കൻഡിൽ അയാൾ ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽഡ് ഇൻ 1 സെക്കൻഡ്, അതാണ് നമ്മൾ എവിടെയായാലും കണ്ടുപിടിക്കുന്നത്. 3ാമത്തെ സെക്കൻഡിൽ അയാൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് 2ാമത്തെ സെക്കൻഡ് മുതൽ 3ാമത്തെ, അതായത് 2 സെക്കൻഡിൽ നിന്ന് 3 സെക്കൻഡിലേക്ക് ടൈം എത്തുമ്പോഴേക്കും അയാൾ ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെന്റ്. ഇനിയല്ല 7th സെക്കൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് പറയുന്നതെങ്കിൽ 6ാമത്തെ സെക്കൻഡിനും 7ാമത്തെ സെക്കൻഡിനും ഇടയിൽ ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെന്റ്, അതാണ് SN അഥവാ nth സെക്കൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ SN ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ്, ദാറ്റ് ഈസ് u+2n - 1 × a/2. വേറെ n എന്താണെന്ന് മനസ്സിലായി കാണും. 4th സെക്കൻഡ് ആണെങ്കിൽ n 4 കൊടുക്കുക, 6th സെക്കൻഡ് ആണെങ്കിൽ n = 6, 7th സെക്കൻഡ് ആണെങ്കിൽ n = 7. അപ്പോൾ ഇതാണ് നമ്മുടെ 4 ഇക്വേഷൻസ് എന്ന് പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ്. ഈ 3 ഇക്വേഷൻസ് നമ്മൾ പണ്ട് തൊട്ടേ പഠിച്ചു വരുന്നതാണ്. ഈ ഒരു ഇക്വേഷനും കൂടെ അഡീഷണൽ ആയിട്ട് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഈ 4 ഇക്വേഷൻസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കും. ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരും, നമുക്ക് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇനി അതിൽ കൂടുതൽ വരുന്ന മറ്റൊന്നാണ്, ഈ ഇക്വേഷൻസിനെ നമുക്ക് വെർട്ടിക്കൽ മോഷനിലേക്ക് അപ്ലൈ ചെയ്യണം. വെർട്ടിക്കൽ മോഷൻ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ഫാളിലേക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മോഷൻ അണ്ടർ ഗ്രാവിറ്റി എന്ന് പറയുന്ന, ഫ്രീ ഫാളിന് മാത്രമല്ല അപ്വേർഡ് മോഷനോട് ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു എന്ന് മാത്രം, അതായത് മോഷൻ അണ്ടർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് എന്തിനെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും? ഇതിനെ ഈ 4 ഇക്വേഷൻസിനെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം കൈനമാറ്റിക് ഇക്വേഷൻസ് എന്താണെന്നുള്ള ഒരു 4 ഇക്വേഷൻസ്, ഈ 3 ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. സോ ദ 4th ഇക്വേഷൻ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ പഠിച്ചതിൽ അല്ലെങ്കിൽ നമ്മൾ വളരെ ഡീപ്പായിട്ട് പഠിച്ചിട്ടില്ലാത്ത ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക. അത്തരത്തിലുള്ള പ്രോബ്ലംസ് നമുക്ക് കൂടുതലായിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ ഇതാണ് എന്ത് കൈനമാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ദെൻ നമുക്കിനി നോക്കാനുള്ളത് വെർട്ടിക്കൽ മോഷൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ്. വെർട്ടിക്കൽ മോഷൻ. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് വെർട്ടിക്കൽ മോഷനാണ്. അപ്പോൾ വെർട്ടിക്കൽ മോഷൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അതിലേക്ക് വരാം. അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അതായത് ഒരു വെർട്ടിക്കൽ മോഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കതിനെ 2 ആയിട്ട് പറയാം. അതായത് അപ്വേർഡ് മോഷൻ എന്നും അതുപോലെ ഡൗൺവേർഡ് മോഷൻ, അങ്ങനെ 2 രീതിയിൽ നമുക്കിതിനെ തിരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഞാൻ ഈ ഒരു പേന മുകളിലേക്ക് ഇടുകയാണ്, ഇത് വെർട്ടിക്കൽ മോഷനാണ്. അപ്പോൾ ഇത് മുകളിലേക്ക് പോയിട്ട് തിരിച്ച് താഴേക്ക്, മുകളിലേക്ക് പോകുന്നുണ്ട്, താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ അപ്വേർഡ് മോഷനും ഉണ്ട്, ഡൗൺവേർഡ് മോഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ അപ്വേർഡ് മോഷൻ്റെ കേസിൽ ഓർക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്വേർഡ് മോഷൻ്റെ കേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെച്ചിരിക്കുക, ആക്സിലറേഷൻ എന്ന് പറയുന്നത്, അപ്വേർഡ് മോഷൻ്റെ കേസിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് -g ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ,
രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അപ്വേർഡ് മോഷന്റെ കേസിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അടുത്ത കേസ് എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. വെലോസിറ്റി എന്ന് പറയുന്നത് അപ്വേർഡ് മോഷന്റെ കേസിൽ പോസിറ്റീവ് ആയിരിക്കും. അതായത് ഇത്രയും കാര്യങ്ങളും പോസിറ്റീവ് ആയിരിക്കും എന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതായത് അപ്വേർഡ് മോഷന്റെ സിറ്റുവേഷനിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും, ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആയിരിക്കും, വെലോസിറ്റി എന്ന് പറയുന്നതും പോസിറ്റീവ് ആയിരിക്കും. അതായത് നമ്മുടെ ഇക്വേഷൻസ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ v ഈസ് ഈക്വൽ ടു u മൈനസ് ജി ടി എന്നാകും. u മൈനസ് ജി ടി, കാരണം എക്ക് പകരം മൈനസ് ജി വരും. അതുപോലെ s ഈസ് ഈക്വൽ ടു യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എന്നാകും. അതുപോലെ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് 2as എന്നാകും. ഓക്കെ, ഇതാണ് എന്ത് അപ്വേർഡ് മോഷൻ്റെ കേസ്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇക്വേഷൻസ് എഴുതി പഠിക്കാം. അതിനെക്കാട്ടിയും ഏറ്റവും ബെറ്റർ ജസ്റ്റ് നമ്മളിതാ ഇത്രയും കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യാം, ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക എന്നുള്ളതാണ്. അതായത് അപ്വേർഡ് മോഷൻ്റെ കേസിൽ ആക്സിലറേഷൻ നെഗറ്റീവ് ആണ് ആൻഡ് ഈസ് ഈക്വൽ ടു ജി, ദാറ്റ് ഈസ് മൈനസ് ജി. ജി അറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. എസ് ഈസ് പോസിറ്റീവ് ആൻഡ് വെലോസിറ്റി ഈസ് പോസിറ്റീവ്. ഇനി ഡൗൺവേർഡ് മോഷൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഡൗൺവേർഡ് മോഷൻ്റെ കേസിലേക്ക് വരുമ്പോൾ അവിടെ ചെറിയ ചേഞ്ചുകൾ വരും. ആക്സിലറേഷൻ എന്ന് പറയുന്നത് അവിടെയും മൈനസ് ജി തന്നെ. ഡൗൺവേർഡ് മോഷനിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആകും. ആൾസോ വെലോസിറ്റി എന്ന് പറയുന്നതും എന്താകും, നെഗറ്റീവ് ആകും. വെലോസിറ്റി എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് വി ആണ്, ഫൈനൽ വെലോസിറ്റി. ഓക്കെ, വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, നെഗറ്റീവായിട്ട് മാറും. ഓക്കെ, അതിൻ്റെ ഒരു കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞു തരാം, നോക്കിക്കൊള്ളുക. അതായത് ഇപ്പം നമ്മുടെ ഗ്രൗണ്ട് ഇതാണെന്ന് കരുതുക, ദിസ് ഈസ് അവർ ഗ്രൗണ്ട്. ഇപ്പം നമ്മുടെ റെഫറൻസ് പോയിന്റ് അല്ലെങ്കിൽ നമ്മുടെ ഗ്രൗണ്ട് ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, ഒറിജിൻ ആയിട്ട് എടുക്കുന്നത്. ഗ്രൗണ്ട് ഓർ ഒറിജിൻ നമുക്കറിയാം. മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ എപ്പോഴും നമുക്കൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രൗണ്ട് ആണ് എപ്പോഴും ഒറിജിൻ ആയിട്ട് എടുക്കാറ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു ഒബ്ജക്റ്റിനെ ട്രോൺ ചെയ്യുകയാണ്, ഇത് മുകളിലേക്ക് പോകും, തിരിച്ച് താഴേക്ക് വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇതാണ് അപ്വേർഡ് മോഷൻ, ഇതാണ് ഡൗൺവേർഡ് മോഷൻ. ഇത് അപ്വേർഡ് മോഷൻ, ഇതെന്ന് പറയുന്നത് ഡൗൺവേർഡ് മോഷൻ. നമ്മൾ അപ്വേർഡ് മോഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഇതാ ഒറിജിനിൽ നിന്ന് ദൂരേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഒറിജിനിൽ നിന്ന് മുമ്പോട്ടേക്ക് ട്രാവൽ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലേ പറഞ്ഞു ഒറിജിനിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് പറഞ്ഞതിനർത്ഥം ഇത് അതിൻ്റെ ഇനിഷ്യൽ പൊസിഷനും ഇത് അതിൻ്റെ ഫൈനൽ പൊസിഷനുമാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത് ലാർജ് നമ്പറും ഇനിഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് ചെറിയ നമ്പർ ആയിരിക്കും. ഇപ്പോൾ ഇത് ഒറിജിൻ നമ്മൾ 0 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇത് പോട്ടെ, ഇവിടുത്തെ ഒരു പോയിന്റ് എടുക്കുന്നു, ഇവിടുന്ന് ഇവിടേക്കുള്ള അകലം 2 ആണെങ്കിൽ ഇതെന്ന് പറയുന്നത് 2-നേക്കാൾ എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതായത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ അതിൽ കൂടുതലായിരിക്കും. ഇപ്പോൾ 5 ആണെന്ന് കരുതാം. അവിടെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 5 - 2 നമുക്ക് എത്രയെന്ന് കിട്ടും, 3 എന്ന് കിട്ടും. അതായത് ദ പൊസിഷൻ ഓഫ് ഫസ്റ്റ് പോയിന്റ് അഥവാ ഇനിഷ്യൽ പോയിന്റ് ഈസ് 2 ആൻഡ് ദ പൊസിഷൻ ഓഫ് ഫൈനൽ പോയിന്റ് ഈസ് 5. Then the displacement is final position minus initial position. That is 5 - 2, that is equal to 3. That means displacement എന്താണ്, പോസിറ്റീവ്. Therefore displacement is positive. Displacement പോസിറ്റീവ് ആണെങ്കിൽ velocity is also positive. And acceleration is negative. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ acceleration is acting ഡൗൺവേർഡ്സ്. ആക്സിലറേഷൻ ആക്ട് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്, ഡൗൺവേർഡ്സ് ആണ്. അതുകൊണ്ട് ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം മുകളിലേക്ക് പോകുമ്പോൾ വെലോസിറ്റി ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വെലോസിറ്റി ഡിക്രീസ് ചെയ്യണം. നമ്മൾ ഇതിനൊരു മുകളിലേക്ക് എറിയുകയാണെങ്കിൽ ഇത് മുകളിലേക്ക് പോകുമ്പോൾ വെലോസിറ്റി കുറഞ്ഞ് ഏറ്റവും മുകളിലെത്തുമ്പോൾ വെലോസിറ്റി എത്ര ആയിട്ട് മാറും, ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റി 0 ആയിട്ട് മാറും. Therefore ആക്സിലറേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, റിട്ടാർഡേഷൻ ആണ്. വെലോസിറ്റി ഡിക്രീസ് ചെയ്യുന്നു, therefore റിട്ടാർഡേഷൻ ആണ്. ഇനി ഡൗൺവേർഡ് മോഷൻ്റെ കേസിലേക്ക് വരുമ്പോൾ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. താഴേക്ക് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇനിഷ്യൽ പൊസിഷൻ, ഇതാണ് ഫൈനൽ പൊസിഷൻ. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാര്യം മനസ്സിലായി കാണും. ഇതൊരു 4 ആണെന്ന് കരുതുക, ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ഒരു 10 ആണെന്ന് കരുതുക. അപ്പോൾ ഇനിഷ്യൽ പൊസിഷനാണ് 10, ഫൈനൽ പൊസിഷൻ ഈസ് 4. ദെൻ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷനാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, ദാറ്റ് ഈസ് 4 - 10 -6 വരും. Therefore ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് നെഗറ്റീവ്. അല്ലെങ്കിൽ ഒറിജിനിലേക്ക് ടുവേഴ്സ് ദി ഒറിജിൻ ആണ് മൂവ്മെൻറ്റ്, എങ്കിൽ
ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് നെഗറ്റീവ്. ഡിസ്പ്ലേസ്മെൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ വെലോസിറ്റി ഈസ് ഓൾസോ നെഗറ്റീവ് ആൻഡ് ആക്സിലറേഷൻ ഈസ് ഓൾസോ നെഗറ്റീവ്. ഇവിടെ പോസിറ്റീവ് ആക്സിലറേഷൻ ആണ്, റിട്ടാർഡേഷൻ അല്ല. എൻ്റെ കോൺസെപ്റ്റ് ഞാൻ പറയാൻ നോക്കിയിരിക്കുക. നമ്മൾ ഇതേ എക്സാമ്പിൾ തന്നെ പറയുന്നു. ഞാൻ ദാ ഇവിടുന്ന് ഒരു ഒബ്ജക്റ്റിനെ ത്രോൺ ചെയ്യുകയാണ്, മുകളിലേക്ക് പോയി തിരിച്ച് താഴേക്ക് വരുന്നു. ഞാൻ ഇവിടുന്ന് ത്രോൺ ചെയ്ത വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ്. കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആയി. കുറച്ച് കഴിഞ്ഞപ്പോൾ 5 ആയി. ഞാൻ വെറുതെ പറയുകയാണ് കേട്ടോ, എക്സാക്ട് വാല്യൂ ഒന്നും അല്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ 3 ആയി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ 0 ആയി. ദെൻ താഴേക്ക് വരുമ്പോൾ വീണ്ടും 3 ആയി, 5 ആയി, 10 ആയി, 20 ആയി. എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്സിലറേഷൻ വെലോസിറ്റി കുറഞ്ഞു പോവുക. ചേഞ്ച് ഇൻ വെലോസിറ്റി എടുക്കുമ്പോൾ 10 - 20 ദാറ്റ് ഈസ് മൈനസേ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടുത്തെ കേസിൽ ആക്സിലറേഷൻ നെഗറ്റീവ് ആയത്. പക്ഷേ ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കുക, ഈ വെലോസിറ്റീസ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. എന്നാൽ താഴേക്ക് വരുമ്പോൾ വെലോസിറ്റീസ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. എന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് -3 ആണ്. ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് -5 ആണ്. ഇവിടുത്തെ വെലോസിറ്റി -10 ആണ്. ഇവിടുത്തെ വെലോസിറ്റി -20 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പോസിറ്റീവ് വെലോസിറ്റിയും ഇവിടെ എന്തുമാണ്, നെഗറ്റീവ് വെലോസിറ്റിയുമാണ്. ഇവിടെ പോസിറ്റീവ് വെലോസിറ്റിയാണ്, പക്ഷേ വെലോസിറ്റി എന്ത് ചെയ്യാണ്, ഡിക്രീസ് ചെയ്യുകയാണ്. വെലോസിറ്റി എന്ത് ചെയ്യാണ്, ഡിക്രീസ് ചെയ്യാണ്. ഇവിടെ നെഗറ്റീവ് വെലോസിറ്റിയാണ്, പക്ഷേ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യുകയാണ്. പക്ഷേ നെഗറ്റീവ് വെലോസിറ്റി ആണെന്ന് ഓർക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ ഫൈനൽ വെലോസിറ്റി മൈനസ് എന്തെടുക്കണം, ഇനിഷ്യൽ വെലോസിറ്റി എടുക്കണം. ഇവിടെ നിന്ന് കണ്ടുപിടിച്ച് നോക്കിയ ആക്സിലറേഷൻ എത്ര വരും, -10 -5 ദാറ്റ് ഈസ് ഈക്വൽ ടു -10 + 5 എത്ര തന്നെ കിട്ടൂ, -5 എന്നേ കിട്ടൂ. ഇൻ 1 സെക്കൻഡ് ആണ് എങ്കിലും ജസ്റ്റ് പറഞ്ഞത് മാത്രം. ദെയർഫോർ ഇവിടെ ആക്സിലറേഷൻ എന്ത് തന്നെയാണ്, നെഗറ്റീവ് ആണ്. എന്ന് പറഞ്ഞാൽ പറഞ്ഞ കാര്യം ഐഡിയ മനസ്സിലാക്കുക. ഇവിടെ വെലോസിറ്റിയുടെ സൈൻ പോസിറ്റീവ് ആണ്, പക്ഷെ വെലോസിറ്റി ഡിക്രീസ് ചെയ്യാണ്. ഇവിടെ വെലോസിറ്റിയുടെ സൈൻ നെഗറ്റീവ് ആണ്, പക്ഷെ മാഗ്നിറ്റ്യൂഡ് നോക്കുകയാണെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യാണ്. 3, 5, 10, 20 എന്ന് പറഞ്ഞു പോവാണ്. പക്ഷേ നമ്മൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കുമ്പോൾ വെലോസിറ്റി നെഗറ്റീവ് ആയതുകൊണ്ട് ആക്സിലറേഷൻ നമുക്ക് എന്ത് തന്നെ കിട്ടത്തുള്ളൂ, നെഗറ്റീവ് തന്നെ കിട്ടത്തുള്ളൂ. അതാണ് അടുത്ത വ്യത്യാസം എന്ന് പറയുന്നത്. നോക്കിക്കോളൂ, ഞാൻ പറഞ്ഞ ഐഡിയ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇവിടെ ആക്സിലറേഷൻ കണ്ടുപിടിക്കുമ്പോൾ നെഗറ്റീവ് കിട്ടാനുള്ള കാര്യം വെലോസിറ്റി എന്ത് ചെയ്യുന്നുണ്ടാണ്, ഡിക്രീസ് ചെയ്യുന്നുണ്ടാണ്. ഇവിടെ ആക്സിലറേഷൻ കണ്ടുപിടിക്കുമ്പോൾ നെഗറ്റീവ് കിട്ടാനുള്ള കാര്യം വെലോസിറ്റി നെഗറ്റീവ് ആയതുകൊണ്ടാണ്. കാരണം ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു dv/dt ആണ്. വെലോസിറ്റി നെഗറ്റീവ് ആണെങ്കിൽ ആക്സിലറേഷൻ എന്തായി പറ്റൂ, നെഗറ്റീവായേ പറ്റത്തുള്ളൂ. കാരണം ടൈം ഒരിക്കലും നെഗറ്റീവ് ആകത്തില്ല. അപ്പോൾ വെലോസിറ്റി നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ എന്തായി പറ്റൂ, നെഗറ്റീവായേ പറ്റൂ. മാത്രമല്ല അത് എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി വെലോസിറ്റി നെഗറ്റീവ് ആണ്, പക്ഷേ അത് ഡിക്രീസ് ചെയ്യാറുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നം മാറിയാണ്. പക്ഷേ എന്തായിക്കോട്ടെ, അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ പഠിക്കേണ്ട പോയിന്റ് ഇതാ ഇത്രയേ ഉള്ളൂ. അപ്വേർഡ് മോഷൻ്റെ കേസിൽ ഇത്രയും വളരെ വൃത്തിയായിട്ട് മനസ്സിൽ വെച്ചിരിക്കുക. അപ്വേർഡ് മോഷൻ്റെ കേസിൽ എ എന്ന് പറയുന്നത് -g ആണ്, എസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, വെലോസിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ഡൗൺവേർഡ് മോഷൻ്റെ കേസിൽ എ എന്ന് പറയുന്നത് -g ആണ്, എസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് ആണ്. ഇത്രയും പഠിച്ച് നേരത്തെ പറഞ്ഞ 4 ഇക്വേഷൻസ് പറയുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെടുന്ന ഏത് പ്രോബ്ലംസ് ചെയ്യാം. എങ്കിലും നമുക്ക് പ്രോബ്ലംസ് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, നമുക്ക് പ്രോബ്ലം ചെയ്യാൻ കിട്ടുന്ന സമയം വളരെ കുറവാണ്. അപ്പോൾ മാക്സിമം ഫാസ്റ്റായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ എക്സാമിൻ്റെ ടൈമൊക്കെ പറയുമ്പോഴത്തേന് ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് എന്നാണ് നമ്മൾ പറയാറ് അല്ലെ. ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് സമയമാണ് സാധാരണ നമ്മുടെ നീറ്റ് എക്സാമിനൊക്കെ തരാറ്. പക്ഷേ അവിടെ നിങ്ങൾ കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ബോട്ടണി സുവോളജി എന്ന് പറയുന്ന 2 സബ്ജക്റ്റുകൾക്ക് നമുക്ക് ഇത്രയും സമയത്തിൻ്റെ ആവശ്യം വരത്തില്ല. കാരണം അവിടെ കാൽക്കുലേഷൻസ് ഒന്നുമില്ല. അവിടെ നമ്മൾ 1 മിനിറ്റ് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് സമയം അധികം കണ്ടെത്താനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ 30 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് നമുക്കൊരു 15 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കുക. അപ്പോൾ അവിടെ നമുക്കൊരു 15 മിനിറ്റ് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ആ 15 മിനിറ്റ് എക്സ്ട്രാ കിട്ടുന്നത് നമുക്ക് എവിടെ ചെയ്യാൻ ഉപയോഗിക്കാം, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രിയുടെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. കെമിസ്ട്രി തൽക്കാലം അവിടെ ആയിക്കട്ടെ. മാത്സ്, ഫിസിക്സ് പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി സമയം കിട്ടും. ഇത് ഞാൻ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല, പലരും പേടിച്ചിരിക്കുകയാണ് 1 മിനിറ്റ് കൊണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കോൺസെപ്റ്റിൽ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. പിന്നീട് എന്തായാലും എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യൻ നോക്കിയേ വേണ്ട, അതങ്ങ് കളഞ്ഞേക്കുക. ഹൈ ഡിഫിക്കൽറ്റി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ല, നിങ്ങൾ ആ ക്വസ്റ്റ്യനെ ഒഴിവാക്കിയേക്കുക. ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രം എഴുതുക. കാരണം നെഗറ്റീവ് മാർക്കുണ്ട്. അപ്പോൾ അവിടെ ഒഴിവാക്കുന്ന ആ ക്വസ്റ്റ്യൻസ്, നമ്മുടെ ക്വസ്റ്റ്യനെ ഒഴിവാക്കാനല്ല പറഞ്ഞത്, ആ ഒഴിവാക്കുന്ന ക്വസ്റ്റ്യൻസിനെയും കൂടെ ടൈം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അഡീഷണൽ കിട്ടുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞത്
നിങ്ങൾ പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് സമയം കിട്ടില്ല എന്നൊരു പേടി എക്സാം ഹാളിൽ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകരുത് എന്ന് ഞാൻ പറഞ്ഞേ ഉള്ളൂ. പക്ഷേ നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, ഒരു മിനിറ്റിനുള്ളിൽ തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പഠിക്കുക. പക്ഷേ മനസ്സിൽ നിങ്ങളിത് വെച്ചിരിക്കുക, എക്സാം ഹാളിൽ കയറുമ്പോൾ മാത്രം ഞാൻ ഈ പറഞ്ഞ കാര്യം ഓർക്കുക. എന്താണ്, നമുക്ക് ചെയ്യാൻ ആവശ്യത്തിന് സമയമുണ്ട്, തെറ്റാതെ എന്നാൽ മാക്സിമം പെട്ടെന്ന്, അതായത് എന്താ പറയുക, വെപ്രാളം കാണിക്കാതെ, തിടുക്കം കാണിക്കാതെ സാവധാനത്തിൽ തന്നെ എന്ത് ചെയ്യുക, പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. നിങ്ങളെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ എക്സാം വരെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് കഴിയുന്ന സമയത്ത് നമ്മൾ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ പ്രോബ്ലംസ് ചെയ്ത് തീർക്കും. ഉറപ്പാണ്, നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടും. എങ്കിലും ഞാൻ പറഞ്ഞേ ഉള്ളൂ, എക്സാം ഹാളിൽ കയറുന്ന സമയത്ത് നിങ്ങൾ മനസ്സിൽ എന്ത് കൊണ്ടുവരിക, നമുക്ക് പ്രോബ്ലം ചെയ്യാൻ സമയം കിട്ടും എന്ന് മനസ്സിൽ കൊണ്ടുവരിക. അല്ലാതെ പഠിക്കുന്ന സിറ്റുവേഷനിൽ എപ്പോഴും മനസ്സിൽ വെച്ചിരിക്കുക, നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് പ്രോബ്ലം സോൾവ് ചെയ്തെടുക്കണം എന്ന് മനസ്സിൽ വെച്ചിരിക്കുക. ഞാനിത് പറഞ്ഞത് മാത്രം ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക മനസ്സിൽ. അല്ലാണ്ട് ഞാൻ ഈ പറഞ്ഞ കോൺസെപ്റ്റ് തിരിച്ച് വിചാരിക്കരുത്. അതായത് ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് എക്സാമിന് ആവശ്യം പോലെ സമയം കിട്ടുക, അതുകൊണ്ട് വളരെ പതുക്കെയൊക്കെ പ്രോബ്ലം ചെയ്താൽ മതി എന്ന കോൺസെപ്റ്റിൽ ഇപ്പോൾ പഠിക്കരുത്. അത് ബാഡായിട്ട് മാറും, നമുക്കത് യൂസ്ഫുൾ ആവില്ല. തിരിച്ച് ചെയ്യുക, അതായത് പഠിക്കുന്ന സമയത്ത് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ഒരു മിനിറ്റേ കിട്ടൂ എന്ന ധാരണയിൽ തന്നെ പഠിക്കുക. എക്സാം ഹാളിൽ കയറുന്ന സമയത്ത് അതങ്ങ് മാറ്റിയിട്ട് നമുക്ക് ആവശ്യത്തിന് സമയം കിട്ടും, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന ധാരണയിൽ എന്ത് ചെയ്യുക, പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. അപ്പോൾ ഇതാണെന്ത് വെർട്ടിക്കൽ മോഷൻസിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, അപ്വേർഡ് മോഷനും ഡൗൺവേർഡ് മോഷനും. ഇത്രയും തന്നെ പഠിച്ചാൽ മതി, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഏത് പ്രോബ്ലംസിൻ്റെയും ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു 1 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ നമ്മൾ സാധാ ക്ലാസ്സിൽ ചെയ്യുന്ന പോലെ പ്രോബ്ലംസ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോബ്ലംസ് ചെയ്തെടുക്കാൻ പറ്റില്ല, സമയം കൂടുതൽ വേണ്ടി വരും. അപ്പോൾ അത് കുറയ്ക്കാൻ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ അപ്വേർഡ് മോഷൻ്റെയും ഡൗൺവേർഡ് മോഷനുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാനിപ്പോൾ ഇവിടെ പറയുന്നുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അടുത്ത വീഡിയോയിൽ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഓർമ്മയിലിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ചെറിയ വീഡിയോ കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യും ഉറപ്പായിട്ടും. അതായത് ഇക്വേഷൻസ്, അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പോയിന്റ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ, അതുമായി ബന്ധപ്പെടുന്ന പ്രോബ്ലംസും കൂടെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടും ഇത് ചെയ്യാൻ. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കുക, അല്ലാണ്ട് ഫസ്റ്റ് ഡേ തന്നെ എല്ലാം കൂടെ പഠിച്ച് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയം, നിങ്ങൾ പഠിച്ച് തുടങ്ങിയ സമയമാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ചെയ്യാൻ 1 മിനിറ്റ് അല്ല 2 മിനിറ്റ് എടുക്കുന്നതായിരിക്കും, ചിലപ്പോൾ 3 മിനിറ്റ് എടുക്കുന്നതായിരിക്കും, ചിലപ്പോൾ അതിൽ കൂടുതൽ സമയം എടുക്കുന്നതായിരിക്കും. ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. പതുക്കെ എന്താകത്തുള്ളൂ, അത് സ്പീഡപ്പ് ആകത്തുള്ളൂ. അത് പഠിക്കുന്ന കാര്യത്തിലായാലും എന്തായാലും. സംശയം ഉണ്ടെങ്കിൽ നിങ്ങളായാലും സ്പോർട്സ് ആക്ടിവിറ്റി ചെയ്യുന്നതോടെന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെ ഓടി നോക്കിയാൽ മതി. നമ്മൾ ആദ്യ ദിവസം ഓടുന്ന സമയത്ത് ഇപ്പോൾ ഒരു 100 മീറ്റർ കവർ ചെയ്യാൻ നമ്മൾ എടുക്കുന്ന സമയം വളരെ കൂടുതലായിരിക്കും. 2-3 ദിവസം ഓടി കഴിയുമ്പോഴത്തേന് ആ സമയം കുറഞ്ഞ് വന്ന് നമ്മളൊരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തും. അതായത് എന്നും ഒരേ സമയത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തും. അതുപോലെ തന്നെയാണ് പഠിക്കുന്ന കാര്യവും. ഇപ്പോൾ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 3 മിനിറ്റ് വേണമായിരിക്കും, ചിലപ്പോൾ ഒരു 4 മിനിറ്റ് വേണമായിരിക്കും ഒരു പ്രോബ്ലം ചെയ്യാൻ. കുറേ നേരം ആ പ്രോബ്ലംസ് ചെയ്ത്, അതായത് ഒരുപാട് പ്രോബ്ലംസ് ഇങ്ങനെ ചെയ്ത് നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് വന്ന് കഴിയുമ്പോൾ നമുക്ക് വേണ്ടുന്ന സമയം കുറഞ്ഞ് അവസാനം നിങ്ങൾ ഈ 1 മിനിറ്റിൽ താഴെ സമയത്തിൽ പ്രോബ്ലം ചെയ്യുന്ന രീതിയിലേക്ക് എത്തും. അപ്പോൾ അതിന് ചെയ്യേണ്ടത് പരമാവധി പ്രോബ്ലംസ് ചെയ്തുകൊണ്ടിരിക്കുക, കൂടുതൽ പ്രോബ്ലംസ്, കൂടുതൽ ന്യൂമറിക്കൽസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറി പോകാം. ആദ്യമേ നമ്മൾ പോയി വളരെ ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പാടാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലെ വീഡിയോസിലൊക്കെ അത്യാവശ്യം എളുപ്പമുള്ളതെന്ന് വെച്ചാൽ എക്സാമിന് ചോദിക്കില്ല എന്നല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെ, എന്നാലും ഹാർഡസ്റ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല ചെയ്ത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ചു പോകുന്നത്. എല്ലാ കാര്യങ്ങളൊന്നും പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല കുറഞ്ഞ സമയം കൊണ്ട്. പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യമാണ് പഠിക്കുന്നതെങ്കിലും അത് ക്ലിസ്റ്റർ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് വെക്കുക. കാരണം അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് എഴുതാൻ പറ്റണം. അല്ലാണ്ട് മൊത്തം 10-30 ചാപ്റ്ററുണ്ട്, 30 ചാപ്റ്ററിൻ്റെയും ക്വസ്റ്റ്യൻസ് നമ്മൾ മൊത്തം ഇരുന്ന് പഠിച്ചുകൊണ്ട് പോയി അവസാനം എക്സാമിന് ഒന്നും എഴുതാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുന്നതിനേക്കാൾ നല്ലത് 30 ചാപ്റ്ററിന് പകരം നമ്മൾ 15 ചാപ്റ്റർ പഠിച്ചിട്ടുള്ളെങ്കിൽ ആ 15 ചാപ്റ്ററിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് മൊത്തം ആൻസർ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം 15 ചാപ്റ്റർ മാത്രം പഠിക്കണമെന്നല്ല, തെറ്റായി വ്യാഖ്യാനിക്കരുത്. ഞാൻ പറഞ്ഞേ ഉള്ളൂ, പഠിക്കുന്ന പോർഷൻസ് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആക്കി പോകുക. അതിൽ നിന്ന് വരുന്ന പ്രോബ്ലംസ് മാക്സിമം ചെയ്യാൻ പറ്റണം എന്ന രീതിയിൽ ആയി പോവുക. അപ്പോൾ എന്തായാലും ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നില്ല. അപ്വേർഡ് മോഷനെയും ഡൗൺവേർഡ് മോഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് നമ്മുടെ മെയിൻ പരിപാടിയായിട്ടുള്ളതിലേക്ക് പോകാം. റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്ന, അല്ലെങ്കിൽ റിലേറ്റീവ് മോഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലൂടെ പോകണം. അപ്പം അപ്വേർഡിൻ്റെയും ഡൗൺവേർഡിൻ്റെയും ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് വെർട്ടിക്കൽ മോഷൻ്റെ കേസാണ്. ഈ വെർട്ടിക്കൽ മോഷൻ്റെ കേസിൽ നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാണ്? അപ്വേർഡ് മോഷനും ഉണ്ട്, ഡൗൺവേർഡ് മോഷനും ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ടിൽ നിന്ന് ഞാനൊരു ബോൾ മുകളിലേക്ക് എന്ത് ചെയ്യുന്നു കരുതുക, ത്രോൺ ചെയ്യുന്നു കരുതുക. ഗ്രൗണ്ട് മീൻസ് നമ്മുടെ റെഫറൻസ് പോയിന്റ് ഇതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ എന്താ ഒരു ബോൾ, ഇതാണ് നമ്മുടെ ബോൾ. ഈ ബോളിനെ മുകളിലേക്ക് എറിയാം. ഓക്കെ, മുകളിലേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാം, മുകളിലേക്ക് ഇങ്ങനെ എറിയുന്നു. അപ്പോൾ ഈ എറിയുന്ന ബോൾ ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഈ ഒരു ഹൈറ്റിൽ എത്തിയെന്ന് കരുതാം.
ഇവിടെ വരെ എത്തിയെന്ന് കരുതുക. അപ്പോൾ നമുക്കറിയാം ഹൈറ്റിൽ മാക്സിമം ഹൈറ്റിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, ഡ്യൂറിങ് വെർട്ടിക്കൽ മോഷൻ ദ വെലോസിറ്റി അറ്റ് ഇറ്റ്സ് മാക്സിമം ഹൈറ്റ് വിൽ ബി 0 ഡ്യൂറിങ് വെർട്ടിക്കൽ മോഷൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ എല്ലായ്പ്പോഴും നല്ല പറയുന്നത്. കാരണം നമ്മളിനി അടുത്ത ടോപ്പിക്, അതായത് നമ്മൾ 2 ഡയമെൻഷൻ പഠിക്കുന്ന സമയത്ത് അവിടെ പ്രൊജക്റ്റൈൽ മോഷനെ കുറിച്ച് പറയും. പ്രൊജക്റ്റൈൽ മോഷൻ വരുമ്പോഴത്തേന് ഇതിനായിട്ട് കൺഫ്യൂഷൻ വരരുത്, അതുകൊണ്ടാണ് പറഞ്ഞത് ഡ്യൂറിങ് വെർട്ടിക്കൽ മോഷൻ്റെ സിറ്റുവേഷനിൽ ദ വെലോസിറ്റി ഈസ് 0 അറ്റ് ഇറ്റ്സ് മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റിലെ വെലോസിറ്റി എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 0 ആയിരിക്കും എന്ന് ഓർമ്മയിൽ വെച്ചിരിക്കുക. കാരണം ഈ വെർട്ടിക്കൽ മോഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, പ്രൊജക്റ്റൈൽ മോഷൻ പഠിക്കുന്ന കാര്യം വളരെ എളുപ്പമാണ്. കാരണം വെർട്ടിക്കൽ മോഷൻ പഠിച്ചു കഴിയുമ്പോൾ തന്നെ പ്രൊജക്റ്റൈൽ മോഷൻ്റെ ഒരു 50% കംപ്ലീറ്റ് ആവും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. 50%ഓളം പോർഷൻ ഈ വെർട്ടിക്കൽ മോഷനിൽ തന്നെ കിട്ടുക. കാരണം പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ മോഷൻ പ്ലസ് ഹൊറിസോണ്ടൽ മോഷനാണ്. വെർട്ടിക്കൽ മോഷനും ഹൊറിസോണ്ടൽ മോഷനും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊജക്റ്റൈൽ മോഷൻ പറയുന്നത്. അതിലെ വെർട്ടിക്കൽ മോഷൻ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് അവിടെയും വരുന്നത്. ഓക്കെ, വ്യത്യാസം എന്താണെന്ന് ഞാനത് പഠിപ്പിക്കുമ്പോൾ പറയാം, എങ്കിലും അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവിടുത്തെ ഒരു ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് u ആണ്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2 കാര്യങ്ങൾ ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കുക. ഒന്ന്, മാക്സിമം ഹൈറ്റ് എത്രയാണെന്നുള്ള കാര്യം, അതായത് മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ എത്രയാണെന്ന് പഠിച്ചു വെച്ചിരിക്കണം. അതുപോലെ ടൈം ഓഫ് ഫ്ലൈറ്റ് എത്രയാണെന്ന്, അതായത് ഇവിടുന്ന് ഇവിടെ എത്താൻ എടുക്കുന്ന ടൈം എത്രയാണെന്ന് കൂടെ പഠിച്ചു വെച്ചിരിക്കണം. ഇങ്ങനെ 2 കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഇവിടെ പഠിച്ചു വെച്ചിരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തേത് നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. ഇനിഷ്യൽ വെലോസിറ്റി അറിയാം, ഫൈനൽ വെലോസിറ്റി 0 ആണെന്നറിയാം അല്ലേ. ഇനി അറിയാവുന്ന മറ്റൊരു കാര്യം എ എന്ന് പറയുന്നത് -g ആണെന്നറിയാം. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഹൈറ്റ് ആണ്. അപ്പോൾ അതെന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്, ദാറ്റ് ഈസ് h ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ v² - u² = 2as. v എത്രയാണ്? 0 ആണ്. അപ്പോൾ 0 - u² = 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ -g ആണ്, എസ് എന്ന് പറഞ്ഞാൽ h ആണ്. മൈനസും ക്യാൻസൽ ആവും. ഇതിൽ നിന്ന് നമുക്ക് h = u² ഡിവൈഡഡ് ബൈ 2g എന്ന് കിട്ടും. h = u² ഡിവൈഡഡ് ബൈ 2g. നിങ്ങൾ പ്രൊജക്റ്റൈൽ മോഷൻ പഠിച്ച് കഴിഞ്ഞതായതുകൊണ്ട് ഞാനതൊന്ന് പറഞ്ഞുതരാം. അവിടെ മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത് u² sin² θ ഡിവൈഡഡ് ബൈ 2g എന്നാണ്. ഇക്വേഷൻ വന്നിരിക്കുന്നത് ഇതേ കോൺസെപ്റ്റിൽ നിന്നാണ്. കാരണം ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി u ആണ്, പക്ഷേ വെർട്ടിക്കൽ മോഷൻ മാത്രമേ ഉള്ളൂ. അവിടെ വെർട്ടിക്കൽ മോഷനുണ്ട്, ഹൊറിസോണ്ടൽ മോഷനുണ്ട്. അവിടെ u ആയിരുന്നു ഇനിഷ്യൽ വെലോസിറ്റി എങ്കിലും അതിന് 2 കമ്പോണൻ്റ് ഉണ്ട്. u sin θ എന്ന് പറയുന്ന കമ്പോണൻ്റ്, ദാറ്റ് ഈസ് ദ വെർട്ടിക്കൽ കമ്പോണൻറ്റ്. അതുപോലെ u cos θ എന്ന് പറയുന്ന കമ്പോണൻറ്റ്, അതായിരുന്നു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. അപ്പം പ്രൊജക്റ്റൈൽ മോഷൻ്റെ കേസിൽ വെർട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? u sin θ ആണ്. അപ്പോൾ യുവിന് പകരം u കൊടുക്കണം, u sin θ കൊടുക്കണം. അപ്പോൾ u² sin² θ ബൈ 2g എന്നാവും. ഇത് പ്രൊജക്റ്റൈൽ മോഷൻ്റെ കേസാണ്. ഇവിടെ ഞാനിത് ചുമ്മാ പറഞ്ഞത് മാത്രം. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പറയാം. ഓക്കെ, അപ്പോൾ അപ്വേർഡ് മോഷൻ്റെ കേസായി, അപ്വേർഡ് മോഷനിലെ ഹൈറ്റിൻ്റെ ഇക്വേഷനായി. ഇനി ടൈം കണ്ടുപിടിക്കണം. ഈ സെയിം കോൺസെപ്റ്റുകൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണ്? v = u + at ആണ് ഇക്വേഷൻ. v 0 ആണ്, u - at എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? gt എന്നാവും. കാരണം എക്ക് പകരം -gt. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് കിട്ടും gt = u ആൻഡ് t = u ബൈ g. അതായത് ഇവിടുന്ന് മുകളിൽ ചെല്ലാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എത്രയാണ്? u/g ആണ്. ദ ടൈം ടേക്കൺ ബൈ ടു റീച്ച് ദി മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റ് എത്താൻ എടുക്കുന്ന സമയം എത്ര ആയിരിക്കും? u ഡിവൈഡഡ് ബൈ g ആയിരിക്കും. v = u + at എന്ന് പറയുന്ന ഇക്വേഷൻ ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. v 0 ആണ്, u എന്ന് പറയുന്നത് എത്രയാണ്? u തന്നെ, a എന്ന് പറയുന്നത് -gt ആണ്. അപ്പോൾ ഇവിടുന്ന് മുകളിലേക്ക് എത്താൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? u/g ആയിരിക്കും. ഓക്കെ, ദ ടൈം ടേക്കൺ ബൈ ടു റീച്ച് ദി മാക്സിമം ഹൈറ്റ്. ഓക്കെ, ദെൻ നമ്മളിനി ഡൗൺവേർഡ് മോഷൻ്റെ കേസിലേക്ക് വരാം. ഡൗൺവേർഡ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൗൺവേർഡ് മോഷൻ. ഓക്കെ, ഡൗൺവേർഡ് മോഷൻ എന്ന് പറയുമ്പോഴത്തേന് ഒരു ബിൽഡിംഗ് ഉണ്ടെന്ന് കരുതുക, അതായത് ഒരു ബിൽഡിംഗ് ആണെന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു ടവർ എന്തോ ആയിക്കോട്ടെ. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് ഞാനൊരു ബോളിനെ താഴേക്ക് ഡ്രോപ്പ് ചെയ്യാണ്. ഈ ടവറിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? h ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ബോൾ ഡ്രോപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. ഇത് ട്രാവൽ ചെയ്ത് ഇവിടെ എത്തും. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി എത്രയാണ്? v ആണ്. കണ്ടുപിടിക്കേണ്ടത് 2 കാര്യങ്ങൾ. ഒന്ന്, വിയുടെ വാല്യൂ. 2, ഇത് ഇവിടെ നിന്ന് താഴെ എത്താൻ എടുക്കുന്ന ടൈം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ, വളരെ സിമ്പിളാണ്. നമുക്കിവിടെ അറിയാവുന്ന കാര്യങ്ങൾ s = -h.
കാരണം ഡൗൺവേർഡ് മോഷനാണ്, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് നെഗറ്റീവാണ്. ഇനിഷ്യൽ വെലോസിറ്റി 0, ആക്സിലറേഷൻ -g. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം, v² = u² + 2as. വിയുടെ വാല്യൂ നമുക്ക് അറിയില്ല, v² = u0 2as വരണം. അപ്പോൾ 2 × -g × -h, that is v² = 2gh or v = √2gh. v √2gh ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഡൗൺവേർഡ് മോഷനിലെ വെലോസിറ്റി ഇക്വേഷൻ v √2gh, അതായത് താഴെ എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? √2gh ആയിരിക്കും. വേണമെങ്കിൽ ഇവിടെയും കൂടെ നമുക്ക് ടൈം കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? s = ut + ½ at² എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. എസിൻ്റെ വാല്യൂ നമുക്കറിയാം -h = u0 ആയതുകൊണ്ട് ഈ ടൈം 0 ആയി പോവും, -½ gt². ഓക്കെ, ദെൻ ഈ 2നെ ഈ മൈനസ് ക്യാൻസൽ ചെയ്യാം. ദെൻ t² = 2h/g. t² = 2h/g and t = √2h/g. √2h/g. ഓക്കെ, അപ്പോൾ അതും കൂടെ ഒന്ന് ഓർമ്മയിൽ വെച്ചിരിക്കുക. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി, വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രം. ഇനി ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള കേസിലെ ടൈമും കൂടെ ഞാനൊന്ന് പറയാം, കാരണം ഇതെല്ലാം പ്രോബ്ലംസ് വരുന്നതാണ്, അവിടെ ചെയ്താലും മതി, എങ്കിലും ഒന്ന് ഓടിച്ച് പറഞ്ഞേ ഉള്ളൂ. ഇത് ഗ്രൗണ്ടാണ്, ഇവിടുന്ന് ഒരു ഒബ്ജക്റ്റിനെ പ്രൊജക്റ്റ് ചെയ്ത് തിരിച്ച് ഇവിടെ തന്നെ എത്തുന്നു കരുതുക. ഇതിനെ പ്രൊജക്റ്റ് ചെയ്ത വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി u ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് മൊത്തത്തിൽ എടുത്ത ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി u ആണ് അല്ലേ, എസിൻ്റെ വാല്യൂ 0 ആണ്, കാരണം ഇവിടെ തുടങ്ങി അവിടെ തന്നെ ഒന്ന് നിൽക്കുകയാണ്. ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? s = ut + ½ at² എന്ന് പറയുന്ന ഇക്വേഷൻ അവിടെ ഉപയോഗിക്കാം. എങ്ങനെ വരും? s = ut + ½ at², s 0 ആണ്, u × t -½ gt². ഇതിപ്പുറത്ത് വരുമ്പോഴത്തേന് എന്ത് വരും? ½ gt² = ut, t ക്യാൻസൽ ആവും, ദാറ്റ് ഈസ് t = 2u/g. ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2u/g. അതായത് ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, അപ്വേർഡ് മോഷൻ്റെ ഇക്വേഷൻ u/g ആയിരുന്നു. അപ്വേർഡ് മോഷൻ ഇക്വേഷൻ എത്രയാണ്? u/g. അതിൻ്റെ നേരെ ഡബിൾ ആണ് ഡൗൺവേർഡ് മോഷൻ ഇക്വേഷൻ. അതായത് ഇവിടുന്ന് ഇവിടെ ചെല്ലാൻ എടുക്കുന്ന സമയം u/g, ഇവിടുന്ന് ഇവിടെ വരാൻ എടുക്കുന്ന സമയം എന്ത് തന്നെ ആയിരിക്കും? u/g തന്നെ ആയിരിക്കും. ഓക്കെ, u/g. അതുകൊണ്ടാണ് ടോട്ടൽ ടൈം എത്ര കിട്ടിയത്? 2u/g എന്ന് കിട്ടിയത്. അതിൻ്റെ മറ്റൊരു ഇക്വേഷനോടാണ് ഇത് 2h/g എന്ന് പറയുന്നത്. യുവിന് പകരം എച്ചിൻ്റെ ടൈമിൽ, അതായത് ഇവിടുന്ന് താഴേക്ക് വരുന്ന സമയത്തുള്ള കേസിൽ എന്താണ് ഇക്വേഷൻ? 2h/g എന്നാണ്. അപ്പോൾ ഇതും കൂടെ എന്ത് ചെയ്യുക? ഒന്ന് ഓർമ്മയിൽ വെച്ചിരിക്കുക. അപ്പോൾ വെർട്ടിക്കൽ മോഷനുമായിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ തന്നെ ഉള്ളൂ. ഇതിൽ നിന്ന് യഥാർത്ഥത്തിൽ ഞാൻ വീണ്ടും പറയുന്നു, എൻ്റെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഞാൻ പറയുന്ന രീതി അനുസരിച്ച് നമ്മൾ ഇക്വേഷൻസ് ഇങ്ങനെ കാണാൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഈ ഇക്വേഷൻ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക, ഈ ഇക്വേഷൻ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക, ഈ ഇക്വേഷൻ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഈ 3 ഇക്വേഷൻസ് ഒന്ന് കൃത്യമായി പഠിച്ചു വെച്ചിരിക്കുക. കാരണം പ്രോബ്ലം ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ബാക്കിയുള്ള ഇക്വേഷൻസ് കാണാതെ പഠിച്ചു വെക്കണമെന്ന് നിർബന്ധമില്ല. കാണാതെ പഠിച്ചു വെക്കാൻ പറ്റുന്നവർ കാണാതെ പഠിച്ചു വെച്ചിരിക്കുക, പ്രോബ്ലം ചെയ്യാൻ എളുപ്പത്തിൽ നടക്കും. ഇല്ല എങ്കിൽ ഞാൻ ഈ പറഞ്ഞ കോൺസെപ്റ്റുകൾ മനസ്സിൽ വെച്ചിരിക്കുക. കോൺസെപ്റ്റുകൾ മനസ്സിൽ വെച്ചിരുന്നാൽ 1 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത്രയ്ക്ക് സിംപ്ലസ്റ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും ഇതിൽ നിന്ന് ചോദിക്കുക. ഇനി ഒരു കാര്യം കൂടാണ് നമുക്ക് പറയാനുള്ളത്, വെർട്ടിക്കൽ മോഷൻ എന്ന് പറയുന്ന ടോപ്പിക്. അപ്പോൾ വെർട്ടിക്കൽ മോഷൻ അല്ല, റിലേറ്റീവ് മോഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്. ആ റിലേറ്റീവ് മോഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് ഒരു ഐഡിയ തന്നിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ്, അതായത് ഈ സെക്ഷനിൽ നിന്നും അതുപോലെ റിലേറ്റീവ് മോഷൻ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഓക്കെ, നമ്മൾ നോക്കുന്നതാണ് റിലേറ്റീവ് മോഷൻ. ഈ റിലേറ്റീവ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത്, അതായത് നമ്മുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവുന്നൊരു ടോപ്പിക്കാണ് റിലേറ്റീവ് മോഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്, അതായത് ഈ ഒരു തിയറി കോൺസെപ്റ്റ് നമുക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ ആ കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് അറിയാൻ ആ തിയറി നമുക്ക് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, റിലേറ്റീവ് മോഷൻ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഷൻ ഓഫ് എ ബോഡി വിത്ത് റെസ്പെക്റ്റ് ടു അനദർ ബോഡി എന്നാണ്. ഒരു ബോഡിയുടെ മോഷൻ വിത്ത് റെസ്പെക്റ്റ് ടു മറ്റൊരു ബോഡി വിച്ച് ഈസ് ഇൻ മൂവിങ്, അനദർ മൂവിങ് ബോഡി.
അതായത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിക്ക് അനുസരിച്ച് നമ്മൾ മറ്റൊരു ബോഡിയുടെ മോഷൻ എന്ത് ചെയ്യാണ് എക്സ്പ്ലെയിൻ ചെയ്യാണ്. കാരണം നമുക്കറിയാം മോഷൻ എന്ന് പറയുന്നത് റിലേറ്റീവാണ്. മറ്റൊന്നുമായി കമ്പയർ ചെയ്ത് മാത്രമേ നമുക്കൊരു ഒബ്ജക്റ്റിൻ്റെ മോഷൻ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ റെസ്റ്റിലാണോ മോഷനിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്റ്റ് ടു ദ ഗ്രൗണ്ട്, നമ്മൾ ഗ്രൗണ്ടുമായി കമ്പയർ ചെയ്താൽ ഞാൻ എന്തിലാണ്? റെസ്റ്റിലാണ്. കാരണം എൻ്റെ പൊസിഷൻ മാറുന്നില്ല. പക്ഷേ വിത്ത് റെസ്പെക്റ്റ് ടു സൺ ഞാൻ എന്തിലാണ്? മോഷനിലാണ്. കാരണം സണ്ണിനെ സംബന്ധിച്ചിടത്തോളം എർത്ത് മൂവ് ചെയ്യുന്നുണ്ട്, ആ എർത്തിനോടൊപ്പം ഞാനും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത് മോഷൻ എന്ന് പറയുന്നത് എന്താണ്? റിലേറ്റീവാണ്. ഇനി നമ്മൾ സാധാരണഗതിയിൽ മോഷൻ പറയുന്നത് ഗ്രൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ രണ്ട് ഒബ്ജക്ട്സിനെ എടുക്കുകയാണ്. എ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റും അതുപോലെ ബി എന്ന് പറയുന്ന മറ്റൊരു ഒബ്ജക്റ്റും. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് മൂവിങ് വിത്ത് എ വെലോസിറ്റി വി എ ആൻഡ് ബി ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി വി ബി. എ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വി എ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു, ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വി ബി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. രണ്ട് വെലോസിറ്റി ഡിഫറെൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യാണ്. അപ്പോൾ മനസ്സിലാക്കുക, ഈ വി എ എന്ന് ഉദ്ദേശിക്കുന്നത് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്റ്റ് ടു ഗ്രൗണ്ടാണ്. നമ്മൾ ഗ്രൗണ്ടിനെ ബേസ് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. ഓർത്ത് വെച്ചിരിക്കുക, ഗ്രൗണ്ട് എന്തിലാണ്? റെസ്റ്റിലാണ്. വി എയുടെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്റ്റ് ടു ഗ്രൗണ്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഗ്രൗണ്ട് എന്തിലാണ്? റെസ്റ്റിലാണെന്ന് ഓർക്കുക. ഇനി വെലോസിറ്റി ഓഫ് ബി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്റ്റ് ടു എന്താണ്? ഗ്രൗണ്ടാണ്. അതും ഗ്രൗണ്ടിനെ ബേസ് ചെയ്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓർമ്മയിലിരിക്കാം. ഇനി നമ്മൾ ചൂസ് ചെയ്യാണ് വി എ ഈസ് ഗ്രേറ്റർ ദാൻ എന്താണെന്ന് കരുതുക? വി ബി ആണെന്ന് കരുതുക. ഒരേ പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വി എ കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമ്മളൊരു ടി സമയം നോക്കിക്കഴിഞ്ഞാൽ ഒരു ടി സമയം നമ്മൾ എടുക്കുകയാണ്. ഒരു ടി ടൈം കഴിയുമ്പോൾ ഈ എ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഓൾറെഡി കുറച്ച് ദൂരം ട്രാവൽ ചെയ്തിട്ടുണ്ടായിരിക്കും, ഇവിടെ എത്തിയിട്ടുണ്ടായിരിക്കും. ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഞാൻ എത്ര ആയിട്ട് എടുക്കുന്നു? എക്സ് എ എന്ന് എടുത്തു കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? വി എ ഇൻറ്റു ടി ആയിരിക്കും. വി എ ഇൻറ്റു ടി. ഓക്കെ ആണല്ലോ. ഇനി വി ബിയുടെ കേസിലേക്ക് നമ്മൾ വന്നാൽ ഇതേ ടി സമയം കഴിയുമ്പോൾ ഈ ബിയും കുറച്ച് ദൂരം ട്രാവൽ ചെയ്യും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, എയുടെ വെലോസിറ്റി ആണ് കൂടുതൽ, ബിയുടെ വെലോസിറ്റി കുറവാണ്. അപ്പോൾ എ ട്രാവൽ ചെയ്ത അത്രയും ദൂരം ആര് ട്രാവൽ ചെയ്യത്തില്ല? ബി ട്രാവൽ ചെയ്യത്തില്ല. അപ്പോൾ ബി ട്രാവൽ ചെയ്തെത്തിയത് ഇവിടം വരെയാണെന്ന് കരുതും. അപ്പോൾ ബി ട്രാവൽ ചെയ്ത ആ ദൂരത്തിനെ ഞാൻ എത്ര എന്ന് വിളിക്കുന്നു? എക്സ് ബി എന്ന് വിളിക്കുന്നു. അപ്പോൾ ബിയുടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എക്സ് ബി ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു വി ബി ഇൻറ്റു ടി. ഇത്രയും നിങ്ങൾക്ക് ഓക്കെയാണ്. അപ്പോൾ മനസ്സിലാക്കുക, വി എ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്റ്റ് ടു ഗ്രൗണ്ട്, വി ബി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്റ്റ് ടു ഗ്രൗണ്ട്, എക്സ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ വിത്ത് റെസ്പെക്റ്റ് ടു ദിസ് ഒറിജിൻ, അല്ലെങ്കിൽ ഗ്രൗണ്ട് എന്ന് നമുക്ക് പറയാം, വിത്ത് റെസ്പെക്റ്റ് ടു ദിസ് ഒറിജിൻ. ഓക്കെ, ഇതാണ് നമ്മുടെ റെഫറൻസ് പോയിന്റ്. ഓക്കെ, ഇതാ ഈ ലൈൻ, ഇതാണ് നമ്മുടെ റെഫറൻസ് പോയിന്റ്. ഈ റെഫറൻസ് പോയിന്റിനെ വെച്ചിട്ടുള്ള എ ആണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. എക്സ് ബി എന്ന് പറഞ്ഞാൽ ഈ റെഫറൻസ് പോയിന്റിനെ വെച്ചിട്ടുള്ള ബിയുടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അങ്ങനെ ആണ് എങ്കിൽ ഇവിടെ ഞാനൊരു പോയിന്റ് എഴുതുകയാണ്, എക്സ് എ ബി, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ വിത്ത് റെസ്പെക്റ്റ് ടു ബി. നമ്മൾ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക, എന്താണ്? എക്സ് എ ബി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ വിത്ത് റെസ്പെക്റ്റ് ടു ബി. ബിയെ സംബന്ധിച്ചിടത്ത് എയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ആർക്കനുസരിച്ച്? ബിക്ക് അനുസരിച്ച്. അങ്ങനെ നോക്കിയാൽ ബിയിൽ നിന്ന് എക്കുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗം മാത്രമേ ഉള്ളൂ. ഇതാണ് എക്സ് എ ബി എന്ന് പറയുന്നത്. അതിൻ്റെ ആൻസർ നമുക്ക് പറയാൻ പറ്റും എന്താണ്? എക്സ് എ മൈനസ് എക്സ് ബി ആണ്. ഇറ്റ്സ് എ വെക്റ്റർ ക്വാണ്ടിറ്റി, ഓർമ്മയിൽ വെച്ചിരിക്കുക, എക്സ് എ മൈനസ് എക്സ് ബി ആണ്. അങ്ങനെ ആണെങ്കിൽ ഞാൻ ഇതിനൊന്ന് സോൾവ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ വിത്ത് റെസ്പെക്റ്റ് ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ മൈനസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ബി ആണ്. അടുത്തത് എക്സ് എ ബി ഇസ് ഈക്വൽ ടു, എക്സയുടെ വാല്യൂ നമുക്കറിയാം വി എ ഇൻറ്റു ടി ആണ്, മൈനസ് എക്സ് ബിയുടെ വാല്യൂ നമുക്കറിയാം വി ബി ഇൻറ്റു ടി ആണ്. ഇവിടുന്ന് ടി കോമൺ എടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എക്സ് എ ബി ഡിവൈഡഡ് ബൈ ടി എന്ന് കിട്ടും. ഇതിൽ നമുക്ക് വി എ മൈനസ് ബി ബി എന്ന് എഴുതാം. എക്സ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ വിത്ത് റെസ്പെക്റ്റ് ടു ബി ആണ്, ഡിവൈഡഡ് ബൈ ടൈം ആകുമ്പം വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്റ്റ് ടു ബി ആവും, ദാറ്റ് ഈസ് വി എ മൈനസ് വി ബി. വി എ മൈനസ് വി ബി, അതായത് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്റ്റ് ടു ബി എന്ന് പറഞ്ഞാൽ എന്താണ്? വി എ മൈനസ് വി ബി ആണ്. ഓർത്ത് വെച്ചിരിക്കുക, ദിസ് ഈസ് ഓൾസോ വെക്റ്റേഴ്സ്.
ദെൻ ഇതിനെ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമുക്ക് ആക്സിലറേഷൻ കിട്ടും. ആക്സിലറേഷൻ ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ ഓഫ് എ മൈനസ് ആക്സിലറേഷൻ ഓഫ് ബി ആണ്. ഓർക്കുക, ദിസ് ഈസ് ഓൾസോ വെക്റ്റർ ക്വാണ്ടിറ്റി. ഈ വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ രണ്ട് ഒബ്ജക്റ്റ് ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുകയാണ്. ഇതിൻ്റെ വെലോസിറ്റി വി എ, ഇതിൻ്റെ വെലോസിറ്റി വി ബി. ഇവിടുത്തെ കേസിൽ വി എ ബി എന്ന് പറഞ്ഞാൽ വി എ മൈനസ് വി ബി ആണ്. വി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ബി മൈനസ് വി എ ആണ്. ഇനി മറിച്ച് എ ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യുന്നു, ബി ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യുന്നു വിത്ത് എ വെലോസിറ്റി വി എയും വി ബിയും. ഇവിടുത്തെ കേസിൽ ഡയറക്ഷൻ മാറി. അപ്പോൾ ഒന്ന് പോസിറ്റീവായിട്ട് എടുത്താൽ ഒന്ന് എന്തായിട്ട് എടുക്കണം? നെഗറ്റീവായിട്ട് എടുക്കണം. ഇവിടെ നമ്മൾ വി എ ബി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എയുടെ വെലോസിറ്റി വി എ മൈനസ് ബിയുടെ വെലോസിറ്റി മൈനസ് വി ബി, ദാറ്റ് ഇസ് ഈക്വൽ ടു വി എ പ്ലസ് വി ബി എന്നാവും. അതുകൊണ്ടാണ് പറഞ്ഞത് എന്തിടണം? വെക്റ്റർ സൈനും കൂടെ കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു തരാം. ഇതിൻ്റെ കോൺസെപ്റ്റ് ഇതാണ്. ഈ ഒരു കോൺസെപ്റ്റാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്റ്റ് ടു ബി എന്ന് കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ ബി ആണ് നമ്മുടെ റെഫറൻസ് പോയിന്റ്. ആരാണ്? ബി ആണ് റെഫറൻസ് പോയിന്റ്. അപ്പോൾ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വി ബി എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബി. പക്ഷേ നമ്മൾ ആ ബി എന്തിലേക്ക് കൊണ്ടുവരികയാണ്? റെസ്റ്റിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഈ ഒരു കോൺസെപ്റ്റിൽ. കാരണം വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്റ്റ് ടു ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്റ്റ് ടു ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വി എ മൈനസ് വി ബി ആണ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക. വെലോസിറ്റി റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കുമ്പം വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്റ്റ് ടു ബി എന്നാക്കുമ്പോൾ നമ്മൾ ആ ബി എന്ന് പറയുന്നതിനെ എന്താക്കി മാറ്റാണ്? റെസ്റ്റിലേക്ക് കൊണ്ടുവരികയാണ് എന്നൊരു കോൺസെപ്റ്റ് മനസ്സിൽ വെച്ചിരിക്കുക. ഞാനത് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോഴേ നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാകത്തുള്ളൂ. ഇപ്പം മനസ്സിൽ വെക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്റ്റ് ടു ബി എന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ബി എന്ന് പറയുന്ന ഫ്രെയിം നമ്മൾ എടുക്കുന്ന, അതായത് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്ന ബി എന്ന് പറയുന്ന ഫ്രെയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എന്തിലേക്ക് വരും? റെസ്റ്റിലേക്ക് വരും. തിരിച്ചും എങ്ങനെയാണ്? വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്റ്റ് ടു എ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇവിടെ എ എന്ന് പറയുന്നത് ഏത് കോൺസെപ്റ്റിലേക്ക് വരും? റെസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരും. അതെന്നാണെന്നുള്ളത് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു പോർഷനിൽ, അതായത് നമ്മുടെ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ മോഷൻ ഇൻ വൺ ഡയമെൻഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ കംപ്ലീറ്റ് തിയറി പോർഷൻസും ഇതോടുകൂടി തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 1-2 പ്രോബ്ലംസും കൂടെ, അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ റിലേറ്റീവ് വെലോസിറ്റിയുടെ ഈ ഒരു കോൺസെപ്റ്റൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മളിനി പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലംസും കൂടെ ഉണ്ടെങ്കിലേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അതുപോലെ നമ്മൾ നേരത്തെ പഠിച്ച കുറച്ച് പ്രോബ്ലംസ് ഒന്ന് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. കൂടുതൽ പ്രോബ്ലംസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യും. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A stone falls freely from rest and the total distance covered by it in the last second of its motion equals the distance covered by it in the first 3 seconds of its motion. The stone remains in the air for dash second. Options ഉണ്ട് 6 second, 5 second, 7 second and 4 second. നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? എ സ്റ്റോൺ ഫോൾസ് ഫ്രീലി ഫ്രം റെസ്റ്റിൽ നിന്നൊരു ഒബ്ജക്റ്റ് താഴേക്ക് വീഴാണ്. ദ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഇറ്റ് ഇൻ ദി ലാസ്റ്റ് സെക്കൻഡ്, അതായത് ലാസ്റ്റ് സെക്കൻഡിൽ അത് കവർ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഇറ്റ് ഇൻ ദി ഫസ്റ്റ് 3 seconds. ആദ്യത്തെ 3 സെക്കൻഡുകൾ കൊണ്ട് അത് എത്ര ദൂരം ട്രാവൽ ചെയ്തോ അതേ ദൂരം, അതായത് സമയം കൊണ്ട് ട്രാവൽ ചെയ്യുന്നു, ലാസ്റ്റിലത്തെ ടൈമിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര സമയം കൊണ്ടായിരിക്കും അത് ഗ്രൗണ്ടിൽ എത്തുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ഒരു ഐഡിയ ഞാൻ പറയാൻ നോക്കിയിരിക്കുക. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം. അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഒബ്ജക്റ്റ് നിങ്ങൾ എന്താ ഇവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യാണ്, ഡ്രോപ്പിംഗ് ഫ്രം റെസ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി u ഈക്വൽ ടു 0. ഇത് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, ഇതാ ഇവിടേക്ക് എത്തുകയാണ്. ഓക്കെ, ഇതിങ്ങനെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അത് ഇവിടെ എത്തിയെന്ന് എഴുതാം, 2ാമത്തെ സെക്കൻഡിൽ അത് ഇവിടെ എത്തിയെന്ന് എഴുതാം, 3ാമത്തെ സെക്കൻഡിൽ അത് ഇവിടെ എത്തിയെന്ന് എഴുതാം. അങ്ങനെ കഴിഞ്ഞ് അവസാനം അത് n സെക്കൻഡ് ആയപ്പോഴാണ് ഗ്രൗണ്ടിൽ എത്തിയെന്ന് കരുതുക. ഇതാണ് ഗ്രൗണ്ട്. അപ്പോൾ nth സെക്കൻഡിൽ അത് എവിടെ എത്തി? ഗ്രൗണ്ടിലെത്തി. ഈ nth സെക്കൻഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പിൽ സെക്കൻഡ് ഉണ്ട്, ഏതാണ്? n-1 സെക്കൻഡ്. ഈ ഒരു ഡിസ്റ്റൻസ് അതാണ് നമ്മുടെ SN, ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ്. അതെന്ന് പറയുന്നത് ഈ 3 സെക്കൻഡിൽ ഇത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിന് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ലാസ്റ്റ് സെക്കൻഡ്,
ലാസ്റ്റ് സെക്കൻഡിൽ അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആദ്യത്തെ 3 സെക്കൻഡുകളിൽ അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിന് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇത് കണ്ടുപിടിക്കാം. ഇക്വേഷൻ നമുക്കറിയാം S ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് AT² ആണ്. ദാറ്റ് ഈസ് S ഈസ് ഈക്വൽ ടു u 0 ആണ്, അപ്പോൾ 0 ഇൻറ്റു ടി എഴുതുന്നില്ല, 0 പ്ലസ് ഹാഫ് ഇൻറ്റു എ ആണ്. എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര ആണ്? ഗ്രൗണ്ട് വേർഡ് ആണ്, -10 ആണ്, ഇൻറ്റു T². T² എന്ന് പറഞ്ഞാൽ എന്താണ്? T² എന്ന് പറയുമ്പോൾ ഇവിടെ 3 സെക്കൻഡ്, അപ്പോൾ 9. ഓക്കെ ആണല്ലോ. ദാറ്റ് ഈസ് 90 ഡിവൈഡഡ് ബൈ 2. ക്ലിയർ ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു -45 മീറ്റർ. -45 മീറ്റർ. ഇവിടെ നെഗറ്റീവ് വന്നിരിക്കുന്നതിൻ്റെ കാരണം ഇത് ഡൗൺവേർഡ് മോഷനിലായതുകൊണ്ടാണ്. അതായത് ഡൗൺവേർഡ് മോഷൻ്റെ കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് നെഗറ്റീവ് ആയിരിക്കും എന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതുകൊണ്ട് നെഗറ്റീവ് വന്നേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് ആ നെഗറ്റീവ് എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്ത് സെക്കൻഡ് ഡിസ്റ്റൻസിന് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 45. ഡൗൺവേർഡ് ആയതുകൊണ്ട് വേണമെങ്കിൽ 45 എന്ന് എടുക്കാം. ഓക്കെ, 45 എന്ന് എടുത്തുള്ള -45. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷനിലേക്ക് നമുക്ക് വരാം. SNൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? u പ്ലസ് a/2 ഇൻറ്റു 2n - 1. SNൻ്റെ വാല്യൂ നമുക്ക് കിട്ടി -45. u 0 ആണ്, ഇസ് ഈക്വൽ ടു a -10 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2n - 1. ഈ മൈനസും ക്യാൻസൽ ചെയ്യാം അല്ലേ. ഇതുകൂടെ കട്ട് ചെയ്തപ്പോൾ 5 കിട്ടും. ദാറ്റ് ഈസ് 2n - 1 ഈസ് ഈക്വൽ ടു 5 ഇപ്പുറത്ത് വരുമ്പോൾ എത്രയായി? 9 ആവും. ഇത് 45 ഡിവൈഡ് ബൈ 5 എത്ര വരും? 9 വരും. ദാറ്റ് ഈസ് 2n ഈസ് ഈക്വൽ ടു 10, n ഈസ് ഈക്വൽ ടു 5 സെക്കൻഡ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഓപ്ഷൻ അല്ല, നമ്മുടെ ആൻസർ എത്രയാണ്? 5 സെക്കൻഡ്സ്. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ കമ്പൈൻ ചെയ്തതാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. എന്നിട്ട് പോലും 1 മിനിറ്റ് കൂടുതൽ എടുത്തിട്ടില്ല. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് 1 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ n ഈസ് ഈക്വൽ ടു എത്രയാണ്? 5 സെക്കൻഡ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിൻ്റെ ആൻസർ എത്രയാണ്? 5 സെക്കൻഡ് ആണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ആദ്യത്തെ 3 സെക്കൻഡ് കൊണ്ട് അത് സഞ്ചരിച്ച ദൂരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാണ്ട് 3rd സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ 3 സെക്കൻഡ് കൊണ്ട് അതുണ്ടായ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലാസ്റ്റിലത്തെ സെക്കൻഡിലുണ്ടായ ഡിസ്റ്റൻസിന് എന്താണ്? ഈക്വൽ ആണ്. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? n ഈസ് ഈക്വൽ ടു 5 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ബോഡി ട്രാവൽസ് 200 meter in first 2 seconds and 220 centimeter in the next 4 seconds with a constant deceleration. The velocity of the body at the end of 7th second. അതായത് ഒരു ബോഡി ട്രാവൽ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ 2 സെക്കൻഡിൽ അത് 200 മീറ്റർ ട്രാവൽ ചെയ്തു. അടുത്ത 4 സെക്കൻഡിൽ അത് 220 മീറ്റർ ട്രാവൽ ചെയ്തു വിത്ത് എ കോൺസ്റ്റൻറ്റ് ഡീസിലറേഷൻ. അങ്ങനെയാണ് എങ്കിൽ അതിൻ്റെ എന്ത് സെക്കൻഡിലെ അഥവാ അതിൻ്റെ 7th സെക്കൻഡിലെ, എന്തെന്ന് പറഞ്ഞത് ഞാൻ ജനറലൈസ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. ഇവിടുത്തെ കേസിൽ എന്താണ്? 7th സെക്കൻഡിലെ വെലോസിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 7th സെക്കൻഡിലെ വെലോസിറ്റി. ക്ലിയർ ആണല്ലോ. ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടില്ല, റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒന്നും അറിയില്ല നമുക്ക്. അപ്പോൾ ഞാൻ ഈ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു തരാം, നോക്കിയിരിക്കുക. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്യാണ്. അപ്പോൾ അതിനൊരു ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട് u. ഇത് 0 സെക്കൻഡാണ്. 1 സെക്കൻഡ് കഴിഞ്ഞു, 2ാമത്തെ സെക്കൻഡ് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും നേരം കൊണ്ട് ഇത് ട്രാവൽ ചെയ്ത ദൂരം എന്ന് പറയുന്നത് 200 മീറ്റർ ആണ്. ദെൻ 3ാമത്തെ സെക്കൻഡായി, 4ാമത്തെ സെക്കൻഡായി, 5ാമത്തെ സെക്കൻഡ്, 6ാമത്തെ സെക്കൻഡ്. നെക്സ്റ്റ് 4 സെക്കൻഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത 4 സെക്കൻഡ് കൊണ്ട് 4 മുതൽ 6 വരെ ഈ ദൂരം എന്ന് പറയുന്നത് 220 മീറ്റർ ആണ്. അതിനൊരു കോൺസ്റ്റൻറ്റ് ഡീസിലറേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണ്. ദാറ്റ് ഈസ് എ എന്ന് പറയുന്നത് എന്താണെന്ന് തന്നിട്ടുണ്ട്? നെഗറ്റീവ് ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, എക്ക് വേണമെങ്കിൽ നെഗറ്റീവ് കൊടുക്കുക, നെഗറ്റീവ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഡീസിലറേഷൻ എന്നുള്ള കോൺസെപ്റ്റിൽ ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ ഈ ഒരു സിറ്റുവേഷൻ കൺസിഡർ ചെയ്യാം. ഇത്രയും ഭാഗം. ഓക്കെ, ആദ്യത്തെ 2 സെക്കൻഡ് നമ്മൾ ഈ ഒരു പോർഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടുന്നത് ടിയുടെ വാല്യൂ 2 സെക്കൻഡ്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 200 മീറ്റർ, യു നമുക്ക് അറിയത്തില്ല, എ എന്ന് പറയുന്നത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഇക്വേഷന് കൊടുക്കുകയാണ് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് AT². എസ് എന്ന് പറയുന്നത് 200 ആണ്, ഇസ് ഈക്വൽ ടു യു അറിയത്തില്ല, ടിയുടെ വാല്യൂ അറിയാം 2, അപ്പോൾ 2t. ഡീസിലറേഷൻ ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ നെഗറ്റീവ് കൊടുത്ത് ചെയ്യാം. നെഗറ്റീവ് കൊടുത്ത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഫൈനലി ആക്സിലറേഷൻ നെഗറ്റീവ് കിട്ടുമെന്ന് മാത്രം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക? നെഗറ്റീവ് കൊടുക്കുക. അപ്പോൾ നെഗറ്റീവ് കൊടുക്കുന്നില്ല. പ്ലസ് ഹാഫ്
AT² ആണ്. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. 2ൻ്റെ സ്ക്വയർ 4 വരും. 4/2 2 ആയിട്ട് മാറും. ദാറ്റ് ഈസ് 2A എന്ന് വരും അല്ലേ. ഒന്നുകൂടെ പറയാം, 200 ഈസ് ഈക്വൽ ടു 2t പ്ലസ് ഹാഫ്. എ അറിയത്തില്ല, അപ്പോൾ എ അതുപോലെ എഴുതി. T² എന്ന് പറഞ്ഞാൽ 2ൻ്റെ സ്ക്വയർ ആണ്, 4 ആണ്. 4ഉം 2 കൂടെ കട്ട് ചെയ്യാം, അപ്പോൾ 2 വരും. ദാറ്റ് ഈസ് 2A. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് സോൾവ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ, സോറി UT അല്ല 2U. ഓക്കെ, ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ 100 ഈസ് ഈക്വൽ ടു U പ്ലസ് A, വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ 1 എന്ന് നമുക്ക് കൊടുക്കാം. ഇനി നമ്മൾ അടുത്ത സിറ്റുവേഷനിലേക്ക് വരും. ഇവിടേക്ക് അടുത്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇൻ 6 സെക്കൻഡ്സ്. 6 സെക്കൻഡ്സിൽ ആദ്യത്തെ 2 സെക്കൻഡിൽ 200 ട്രാവൽ ചെയ്തു, അടുത്ത 4 സെക്കൻഡിൽ 220 ട്രാവൽ ചെയ്തു. അപ്പോൾ ടോട്ടൽ ട്രാവൽ ചെയ്തത് 220ഉം 200ഉം 420 മീറ്റർ. ടൈം എന്ന് പറയുന്നത് 6 സെക്കൻഡ്. യു അറിയത്തില്ല, എ അറിയത്തില്ല. ഓക്കെ, ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എസ് ഈസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT² ആണ്. എസിൻ്റെ വാല്യൂ 420 ഇസ് ഈക്വൽ ടു യു അറിയത്തില്ല, ടിയുടെ വാല്യൂ 6 എന്നറിയാം. അപ്പോൾ 6U പ്ലസ് 1/2 A. T² എന്ന് പറയുമ്പോൾ 6ൻ്റെ സ്ക്വയർ ആണ്, 36 വരും. ദാറ്റ് ഈസ് 420 ഈസ് ഈക്വൽ ടു 6U പ്ലസ് 36/2 18 18A. ഓക്കെ ആണല്ലോ. ദെൻ ഇവിടെ ഏതെങ്കിലും നമ്പർ കൊണ്ട് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 420 എന്നുള്ളത് 7 42 70 ഈസ് ഈക്വൽ ടു U പ്ലസ് ഇതെന്തായിട്ട് മാറും, 3A എന്ന് മാറും, വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ 1 ഉണ്ട്, ഇക്വേഷൻ 2 ഉണ്ട്. സോൾവ് ചെയ്യാം അല്ലേ. ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 ചെയ്യുന്നു. ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2, 100 മൈനസ് 7 ദാറ്റ് ഈസ് 30 ഇസ് ഈക്വൽ ടു U മൈനസ് U 0, A മൈനസ് 3A മൈനസ് 2A, വിച്ച് ഇംപ്ലൈസ് A ഇസ് ഈക്വൽ ടു 2 ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ -15. ഓക്കെ, -15 മീറ്റർ എ കിട്ടി. ഇനി യു കണ്ടുപിടിക്കണം. ഏതൊരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 100 ഈസ് ഈക്വൽ ടു യു പ്ലസ് എ എന്ന് പറയുന്നത് എത്രയാണ്, -15 ആണ്. അപ്പോൾ U മൈനസ് 15 ദാറ്റ് ഈസ് U ഈസ് ഈക്വൽ ടു 100 പ്ലസ് 15 ദാറ്റ് ഈസ് ഈക്വൽ ടു 115 മീറ്റർ പെർ സെക്കൻഡ്. യുവും കിട്ടി. കണ്ടുപിടിക്കേണ്ടത് 7th സെക്കൻഡിലതാണ് വെലോസിറ്റി. ദാറ്റ് ഈസ് V ഈസ് ഈക്വൽ ടു U പ്ലസ് 80 ആണ്. ദാറ്റ് ഈസ് V ഈസ് ഈക്വൽ ടു യുവിൻ്റെ വാല്യൂ അറിയാം 115 പ്ലസ് എയുടെ വാല്യൂ നമുക്കറിയാം എത്രയാണ്, -15 ഇൻറ്റു 7. സോൾവ് ചെയ്യുമ്പോൾ എന്താവും, ആൻസർ ആവും. ദാറ്റ് ഈസ് 115 പ്ലസ് 150 ഇൻറ്റു 7 വരും 35 70 105 അല്ലേ, 105. ദാറ്റ് ഈസ് ഈക്വൽ ടു സോറി മൈനസ് ആണ്, മൈനസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എത്രയായിരുന്നു, 150 ആയിരുന്നു. ഇപ്പോൾ എത്രയായി, 10 മീറ്റർ പെർ സെക്കൻഡ് ആയി. ഇത് ബാക്കിയുള്ള മാത്സ് ആണ്. ഇതിനകത്ത് കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഈ ആദ്യത്തെ സെക്ഷനിൽ നിന്ന് നമ്മളൊരു ഇക്വേഷൻ ഡെറിവ് ചെയ്തെടുക്കുന്നു, അടുത്ത സെക്ഷനിൽ നിന്ന് ഒരു ഇക്വേഷൻ ഡെറിവ് ചെയ്തെടുക്കുന്നു. അത് സോൾവ് ചെയ്ത് എയും യുവും കാൽക്കുലേറ്റ് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കിട്ടുക. ഓക്കെ, ഇതൊരു ഇച്ചിരി നല്ല ക്വസ്റ്റൻ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് ചോദിക്കാം. ഞാൻ ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ ഇക്വേഷൻസ്, കൈനമാറ്റിക് ഇക്വേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് 2 പ്രോബ്ലംസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ചെയ്യേണ്ടത് റിലേറ്റീവ് മോഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന 1-2 ക്വസ്റ്റ്യൻസ് ചെയ്യാം. നമ്മുടെ വെർട്ടിക്കൽ മോഷനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം, വളരെ വിശാലമായിട്ട് തന്നെ. അപ്പോൾ എന്തായാലും വെർട്ടിക്കൽ മോഷനുമായിട്ട് ബന്ധപ്പെട്ട് 2 ക്വസ്റ്റ്യനോട് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. First question. A thief is running away on a straight road at 9 meters per second. A policeman chases him on a motorcycle at 10 meters per second. If the policeman is 100 meters behind the thief, how long will it take for the policeman to catch the thief? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാകാം, എന്തോ ആയിക്കോട്ടെ. പ്രീവിയസ് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു തീഫ്, ഇതാണ് നമ്മുടെ തീഫ് എന്ന് കരുതുക. ഈ തീഫ് ഒരു 9 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ അല്ലെങ്കിൽ വെലോസിറ്റിയിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ട്രാവൽ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് പുറകെ പോലീസ്മാൻ, ഇതാണ് നമ്മുടെ പോലീസ്മാൻ ഒരു 10 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ പോവുകയാണ്. ഇനിഷ്യലി പോലീസ്മാനും നമ്മുടെ തീഫും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 മീറ്റർ ആണ്. അങ്ങനെ ആണ് എങ്കിൽ എത്ര സമയം കൊണ്ടായിരിക്കും ഈ പോലീസ്മാൻ തീഫിൻ്റെ അടുത്ത് എത്തേണ്ടതായിട്ടുള്ളത്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ്. ഇവിടെ റിലേറ്റീവ് മോഷനാണ്, 2 പേരുടെ മോഷനുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ 10 മീറ്റർ പെർ സെക്കൻഡ് വെച്ച് ഈ 100 മീറ്റർ കവർ ചെയ്യാൻ, ഇപ്പോൾ സപ്പോസ് ഈ തീഫ് റസ്റ്റിലായിരുന്നു എന്ന് കരുതാം.
തീഫ് റെസ്റ്റിലായിരുന്നു എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? അതായത് ഇപ്പോൾ തീഫ് മൂവ് ചെയ്യുന്നില്ല, റെസ്റ്റിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ പോലീസ്മാൻ പോകുന്നുണ്ട്. അപ്പോൾ പോലീസ്മാൻ തീഫിൻ്റെ അടുത്തേക്ക് എത്തണം. എത്ര മീറ്റർ ട്രാവൽ ചെയ്യണം? 100 മീറ്റർ ട്രാവൽ ചെയ്യണം. പോലീസ്മാൻ്റെ സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വളരെ എളുപ്പമാണ്. 100 ഡിവൈഡഡ് ബൈ 10 എത്ര കിട്ടും? 10 സെക്കൻഡ് എന്ന് കിട്ടും. 10 സെക്കൻഡ് കൊണ്ട് ഇവിടുന്ന് പോലീസ്മാന് തീഫിൻ്റെ അടുത്ത് എത്താൻ പറ്റും, തീഫിനെ പിടിക്കാൻ പറ്റും. എപ്പോൾ? തീഫ് റെസ്റ്റിലാണ്. പക്ഷെ ഇവിടെ തീഫ് എന്തിലല്ല? റെസ്റ്റിലല്ല. കാരണം പോലീസ്മാൻ മുമ്പോട്ടേക്ക് ഓടുന്ന അതേ സമയത്ത് തീഫ് എന്ത് ചെയ്യുന്നുണ്ട്? മുമ്പോട്ടേക്ക് പോകുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് ചെയ്യേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ആലോചിക്കാം. അതായത് പോലീസ്മാൻ്റെ വെലോസിറ്റി, ദാറ്റ് ഈസ് വെലോസിറ്റി ഓഫ് പോലീസ്മാൻ വിത്ത് റെസ്പെക്റ്റ് ടു തീഫ് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തീഫ് എന്തിലായിട്ട് മാറും? റെസ്റ്റിലായിട്ട് മാറും. അപ്പോൾ തീഫ് റെസ്റ്റിലാകുമ്പോൾ പോലീസ്മാൻ്റെ വെലോസിറ്റി എത്രയാണ്? അതാണ് ഈ മീൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എത്രയാണത്? വി പി മൈനസ് വി ടി ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 10 - 9 ദാറ്റ് ഈസ് 1 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസ്മാൻ്റെ സ്പീഡ് എത്രയേ ഉള്ളൂ? 1 മീറ്റർ പെർ സെക്കൻഡേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് തീഫിന് എന്തായിട്ട് എടുക്കാം? തീഫ് റെസ്റ്റിലാണെന്ന് എഴുതാം. പറഞ്ഞ ഐഡിയ മനസ്സിലാക്കുക. അതായത് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്റ്റ് ടു ബി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് പറയാം ബി ഈസ് അറ്റ് റെസ്റ്റ്. ബി എന്തിലാണ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റെസ്റ്റിലാണ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തീഫ് റെസ്റ്റിലാണെങ്കിൽ കണ്ടുപിടിക്കാൻ പാടൊന്നുമില്ല, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ചെയ്താൽ മതി. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ, പക്ഷേ ഈ സ്പീഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ സ്പീഡ് ഗ്രൗണ്ടിനനുസരിച്ചാണ്. ആ സമയത്ത് തീഫ് റെസ്റ്റിലല്ല. പക്ഷേ തീഫിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പോലീസ്മാൻ്റെ സ്പീഡ് കണ്ടുപിടിച്ചു. എത്രയാണ്? 1 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഈ ഒരു സ്പീഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് തീഫ് എന്തിലാണ്? റെസ്റ്റിലാണ്. അങ്ങനെയാണെങ്കിൽ ടൈം കണ്ടുപിടിക്കാൻ ഒരു പാടുമില്ല. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ദാറ്റ് ഈസ് 100 മീറ്റർ ഡിവൈഡഡ് ബൈ 1 മീറ്റർ പെർ സെക്കൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 100 സെക്കൻഡ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ എത്രയാണ്? 100 സെക്കൻഡ് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത് റിലേറ്റീവ് മോഷനകത്ത് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക. അതായത് എയും മൂവ് ചെയ്യുന്നു, ബിയും മൂവ് ചെയ്യുന്നു. കാരണം ഇത് വെറും 2-3 സെക്കൻഡ് കൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു കോൺസെപ്റ്റ് നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ. കോൺസെപ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: എയും മൂവ് ചെയ്യുന്നുണ്ട്, ബിയും മൂവ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ എയുടെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ബിക്ക് പറയുമ്പോൾ ബി എന്തിലായിട്ട് മാറും? റെസ്റ്റിലായിട്ട് മാറും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെ മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എ ബോൾ ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് ഓഫ് 100 മീറ്റർ വിത്ത് എ സ്പീഡ് ഓഫ് 35 മീറ്റർ പെർ സെക്കൻഡ്. At the same time, another ball is thrown upward with a speed of 15 meter per second when they will collide. അതായത് ഒരു 100 മീറ്റർ ഹൈറ്റിൽ നിന്നൊരു ബോളിനെ നമ്മൾ താഴേക്ക് ഡ്രോപ്പ് ചെയ്യുകയാണ്. അതിൻ്റെ വെലോസിറ്റി 35 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അറ്റ് ദി സെയിം ടൈം അനദർ ബോൾ ഈസ് ത്രോൺ അപ്വേർഡ് വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ് 15 മീറ്റർ പെർ സെക്കൻഡ്. അതായത് സ്പീഡ് കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അവ എപ്പോഴായിരിക്കും കൊളൈഡ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിലേക്ക് വരാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്. ഓക്കെ, ബിൽഡിംഗ് ഒന്നും വേണ്ടായിരുന്നു. പോട്ടെ. ഇവിടുന്ന് ഒരു ബോള് താഴേക്ക് ഡ്രോപ്പ് ചെയ്യാണ് വിത്ത് എ സ്പീഡ് 35 മീറ്റർ പെർ സെക്കൻഡ്. 35 മീറ്റർ പെർ സെക്കൻഡ്. അതേ ടൈമിൽ ഇവിടുന്ന് ഒരു ബോളിനെ മുകളിലേക്ക് എറിയുന്നുണ്ട് 15 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇത് ഞാൻ എ എന്ന് എടുക്കുന്നു, ഇത് ഞാൻ ബി എന്ന് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതാണ് വി എ, ഇതാണ് വി ബി. ഇവർ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവ എപ്പോൾ മീറ്റ് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ ഈ തന്നിരിക്കുന്ന സ്പീഡ് ഗ്രൗണ്ടിന് വിത്ത് റെസ്പെക്റ്റ് ടു ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ പിന്നെ ഗ്രൗണ്ടിന് റെസ്പെക്റ്റ് ആയിട്ടുള്ളതാണ് തന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്റ്റ് ടു ബി, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഒന്നിനെ പോസിറ്റീവായിട്ടും ഒന്നിനെ എന്തായിട്ടും എടുക്കണം? നെഗറ്റീവായിട്ടും എടുക്കണം. വി എ മൈനസ് വി ബി ദാറ്റ് ഈസ് ഈക്വൽ ടു എയുടെ വെലോസിറ്റി 35 മൈനസ് ബിയുടെ വെലോസിറ്റി -50 ദാറ്റ് ഈസ് ഈക്വൽ ടു 50 മീറ്റർ പെർ സെക്കൻഡ്. ഈ ഒരു സിറ്റുവേഷൻ എത്തുമ്പോൾ, അതായത് വെലോസിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എത്ര ആകുമ്പോൾ 50 എന്ന് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം ബി എന്തിലാണ്? റെസ്റ്റിലാണ്. ഓക്കെ, അപ്പോൾ ബി റെസ്റ്റിലിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റിലേക്ക് വരിക. ബി റെസ്റ്റിലിരിക്കുകയാണെന്ന് കരുതുക. ഓക്കെ, ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെ മാറി എന്നാണ് ഞാൻ പറയുന്നത്. ബി റെസ്റ്റിലായി. അതുപോലെ എ ഇവിടുന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നത് 50 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ്. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിൽ എപ്പോൾ മീറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 50 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ് കൊണ്ട് ഇത്രയും ദൂരം കവർ ചെയ്യാൻ എത്ര സമയം എടുക്കും നോക്കിയാൽ മതി. ദാറ്റ് ഈസ് ടൈം ഈസ് ഈക്വൽ ടു എത്ര ആയിരിക്കും? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ്. പരിപാടി കഴിഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. എന്ത് ചെയ്തു? നമ്മൾ ഒന്നിനെ വിത്ത് റെസ്പെക്ട് ടു മറ്റേത് ഒരു ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ, അതായത് എയുടെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ബി കാൽക്കുലേറ്റ് ചെയ്യുമ്പം ബി എന്ന് പറയുന്നത് എന്തിലേക്ക് അങ്ങ് വന്നു?
റെസ്റ്റിലേക്ക് വന്നു. ഇതാണ് ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് റിലേറ്റീവ് മോഷനുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന 1 ഡയമെൻഷനിലെ ഏത് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇതിന് 2 ഡയമെൻഷൻ ഉണ്ട്, അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കൂടെ പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 2 trains, each of 75 meter long, are traveling in opposite direction. 2 trains of each of 75 meter long are traveling in the opposite direction with the speeds of 10 meter per second and 15 meter per second. The time of crossing. അവർ തമ്മിൽ ക്രോസ് ചെയ്യുന്ന ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി. അതായത് ഒരു ട്രെയിൻ, ഇതാണ് ഒന്നാമത്തെ ട്രെയിൻ, ഇതിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 75 മീറ്റർ. ഇതുപോലെ ഇവിടെ മറ്റൊരു ട്രെയിൻ ഉണ്ട്, ഈ ട്രെയിനിൻ്റെ സ്ട്രെങ്ത് തന്നിട്ടുണ്ട് 75 മീറ്റർ. ഇത് എ, ഇത് ബി. ആൻഡ് ദിസ് ഈസ് ട്രാവലിംഗ് വിത്ത് എ സ്പീഡ് വി എ ഈസ് ഈക്വൽ ടു എത്രയാണ്? ട്രാവലിംഗ് വിത്ത് എ സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ, 10 മീറ്റർ പെർ സെക്കൻഡ്. ആൻഡ് ദിസ് ഈസ് ട്രാവലിംഗ് വിത്ത് എ സ്പീഡ് 15 മീറ്റർ പെർ സെക്കൻഡ്. ദാറ്റ് ഈസ് വി ബി. അപ്പോൾ ഒന്നിനെ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം, ഒന്നിനെ എന്തായിട്ട് എടുക്കാം, നെഗറ്റീവായിട്ട് എടുക്കാം. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഇവർ തമ്മിൽ ക്രോസ് ചെയ്ത് പോകാൻ എത്ര സമയം എടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കാം, നമ്മൾ സാധാ പറയുന്ന പോലെ ബി റെസ്റ്റിലായിരുന്നു എന്ന് കരുതുക. ബി റെസ്റ്റിലായിരുന്നു എങ്കിൽ ഈ എ ക്രോസ് ചെയ്ത് പോകണമെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ഈ എയുടെ ഈ പോർഷൻ കറങ്ങി ഇവിടെ വരണം. അപ്പോൾ തന്നെ 75 മീറ്റർ ട്രാവൽ ചെയ്തു. എന്നിട്ട് ഈ ട്രെയിൻ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് അപ്പുറം പോകണം. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യേണ്ടത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യേണ്ടത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 75 + 75 ആണ്. 75 + 75 ദാറ്റ് ഈസ് എത്രയാണ്? 150 മീറ്റർ ഡിസ്റ്റൻസ് അത് ടോട്ടലി എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഞാൻ റെസ്റ്റിൽ എന്നുള്ള കോൺസെപ്റ്റ് അല്ല, ഓൾറെഡി പറഞ്ഞതാണ്. അതായത് സപ്പോസ് ഇത് റെസ്റ്റിലിരിക്കുന്നു എന്ന് കരുതുക, ഇതിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് 75, ഇതിൻ്റെ ലെങ്ത് 75. അപ്പോൾ ഇതിനെന്ത് ചെയ്യണം? ആദ്യം ഇത്രയും ട്രാവൽ ചെയ്യണം. അപ്പോൾ ഇത്രയും ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ 75 ആയി. പക്ഷേ അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞില്ല. വീണ്ടും ഒരു 75 കൂടെ ട്രാവൽ ചെയ്താലേ എന്താകത്തുള്ളൂ? ക്രോസ് ചെയ്ത് പോകത്തുള്ളൂ. അപ്പോൾ ക്രോസ് ചെയ്യാൻ വേണ്ട ഡിസ്റ്റൻസ് എത്രയാണ്? 150 മീറ്റർ ആണ്. ഇനി ഞാൻ പറഞ്ഞ കോൺസെപ്റ്റിലേക്ക് വരാം. നമുക്ക് ബി റെസ്റ്റിലാക്കി കഴിഞ്ഞാൽ എളുപ്പമാണ്. എയുടെ വെലോസിറ്റി കൊണ്ട് ഈ ഡിസ്റ്റൻസുമായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടൈം കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. ബി റെസ്റ്റിലാക്കണമെങ്കിൽ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി, that is VA minus VB, that is equal to 10 minus 15, that is equal to 25 meter per second. അപ്പോൾ എയുടെ വെലോസിറ്റി ഞാൻ 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബി എന്തിലായി? റെസ്റ്റിലാണ് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ടൈം കണ്ടുപിടിക്കാൻ ഒരു പാടുമില്ല. ദാറ്റ് ഈസ് 150 ഡിവൈഡഡ് ബൈ 25 എത്ര കിട്ടും? 6 സെക്കൻഡ്. അവർ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? അപ്പം 6 സെക്കൻഡ് ആണ്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ, വളരെ പെട്ടെന്ന് ആൻസർ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിയിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എ ബസ് ഈസ് മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ് ഓൺ എ സ്ട്രെയിറ്റ് റോഡ്. എ സ്കൂട്ടറിസ്റ്റ് wish to overtake the bus in 100 seconds. If the bus is at a distance of 1 kilometer from the scooterist, with what minimum speed should the scooterist chase the bus? അതായത് ഒരു ബസ് 10 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ട്രാവൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് എന്ന് കരുതുക. ഈ ബസ് ഒരു 10 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ ട്രാവൽ ചെയ്യുകയാണ്. ഇവിടെ നിന്ന് ഒരു 1 കിലോമീറ്റർ ഇപ്പുറത്തായിട്ട്, ദാറ്റ് മീൻസ് 1000 മീറ്റർ ഡിസ്റ്റൻസിലായിട്ട്, കിലോമീറ്റർ നമ്മൾ നേരെ മീറ്ററിലേക്ക് മാറ്റി, 1000 മീറ്റർ ഡിസ്റ്റൻസിലായിട്ടായിട്ട് ഒരാൾ ഇതിപ്പോണ്ട്, ഒരു സ്കൂട്ടറിസ്റ്റ് ഉണ്ട്. ഓക്കെ, ഈ സ്കൂട്ടറിസ്റ്റിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു 100 സെക്കൻഡ് അല്ലേ, 100 സെക്കൻഡിൽ എന്ത് ചെയ്യണം? ഈ ബസ്സിനെ ഓവർടേക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ സ്പീഡ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. സപ്പോസ് ഇയാളുടെ സ്പീഡ് എന്ന് പറയുന്നത് VS ആണെന്ന് കരുതാം. അപ്പോൾ ഇയാളുടെ സ്പീഡ് എത്രയായിരുന്നു? VB. രണ്ടുപേരും ട്രാവൽ ചെയ്യുന്നത് ഒരേ ഡയറക്ഷനാണ്. അപ്പോൾ രണ്ടും പോസിറ്റീവ് തന്നെയാണ്. സെയിം കോൺസെപ്റ്റ്, നമ്മൾ നേരത്തെ ചെയ്ത അതേ കോൺസെപ്റ്റ്. നമ്മൾ ആരെയും റെസ്റ്റിലാക്കാൻ പോവാണ്? ബിയെ റെസ്റ്റിലാക്കാൻ പോവാണ്. അപ്പം വെലോസിറ്റി ഓഫ് എസ് വിത്ത് റെസ്പെക്ട് ടു ബി, വെലോസിറ്റി ഓഫ് എസ് വിത്ത് റെസ്പെക്ട് ടു ബി എന്തായിരിക്കും? VS മൈനസ് VB. അപ്പോൾ ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് ആലോചിക്കുക. ഇത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് എസിൻ്റെ സ്പീഡ് കിട്ടും. പക്ഷേ ആ സ്പീഡ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? ഇതിനെ റെസ്റ്റിലാക്കിയുള്ള സമയത്തെ സ്പീഡാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു VS മൈനസ് എത്രയാണ്? 10. VS മൈനസ് 10. ഇതാണ് റിലേറ്റീവ് സ്പീഡ്. ഓക്കെ ആണല്ലോ. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ സംഭവങ്ങളുണ്ട്. എന്താണ്? ടൈമുണ്ട്. ടൈം എത്രയാണ്? 100 സെക്കൻഡ് കൊണ്ട് ക്രോസ് ചെയ്യണം. ഡിസ്റ്റൻസ് ഉണ്ട്. എസ് ഈസ് ഈക്വൽ എത്രയാണ്? 1000 മീറ്റർ ആണ്. സ്പീഡുണ്ട്. എത്രയാണ്? VSB ഈസ് ഈക്വൽ ടു VS മൈനസ് 10. ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി. എങ്ങനെയാണ്? VS മൈനസ് 10 സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ്
ഡിവൈഡഡ് ബൈ ടൈം. 0യും 0യും ക്യാൻസൽ ചെയ്യാം. That is equal to Vs minus 10 is equal to 10. That is Vs is equal to 20 meter per second. എന്ന് പറഞ്ഞാൽ ഈ സ്കൂട്ടറുകാരൻ പോകേണ്ടത് എത്ര സ്പീഡിലാണ്? 20 meter per second സ്പീഡിലാണ്. ആ 20 meter per second സ്പീഡിൽ പോയാലേ എന്ത് ചെയ്യാൻ പറ്റൂ? 100 സെക്കൻഡ് കൊണ്ട് ക്രോസ് ചെയ്യാൻ പറ്റൂ. 20 meter per second കൂടുതലാണെങ്കിലും ക്രോസ് ചെയ്യാം. അതിനുശേഷം 100 സെക്കൻഡ് വേണ്ടി വരില്ല, അതിനെക്കാട്ടി മുമ്പേ ക്രോസ് ചെയ്യാൻ പറ്റും. മിനിമം സ്പീഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മിനിമം എത്രയും വേണം? 20 meter per second വേണം. അതിൽ താഴെയാണ് സ്പീഡെങ്കിൽ ഒരിക്കലും 100 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്രോസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കോൺസെപ്റ്റ്. റിലേറ്റീവ് മോഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ഇതാണ്. വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറയുമ്പോൾ വി ചൂസ് ദ ബി ആസ് റെസ്റ്റ്. ബി എന്ന് പറയുന്നത് എന്തിലേക്ക് മാറും? റെസ്റ്റിലേക്ക് കൺവേർട്ടഡ് ആവും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മോഷൻ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതായത് അതിൻ്റെ തിയറി കോൺസെപ്റ്റ് കംപ്ലീറ്റ് നമ്മൾ പറഞ്ഞു. ഒപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് പ്രോബ്ലംസും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് കീ പോയിന്റ്സ്, അതായത് എക്സാമിന് നമ്മൾ അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിന് നമ്മൾ കയറുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പ്രോബ്ലംസ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്ത ഗ്രാഫിൻ്റെ പ്രോബ്ലംസ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല, ഗ്രാഫിൻ്റെ പ്രോബ്ലംസും കൂടെ ചേർത്തുകൊണ്ടുള്ള വീഡിയോ ഉടനെ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതുകൂടാകുമ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ദെൻ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകും. അടുത്ത ടോപ്പിക്ക് മോഷനെ 2 ഡയമെൻഷനാണ്. 2 ഡയമെൻഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് വെക്റ്റേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രോബ്ലം ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് വെക്റ്റേഴ്സിനെ കുറിച്ചായിരിക്കും. പറ്റുകയാണെങ്കിൽ നാളെ തന്നെ 2 വീഡിയോസും പോസ്റ്റ് ചെയ്യാം. പരമാവധി വീഡിയോസ് പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് ലിങ്കിൽ കുത്തി നേരെ ഗ്രൂപ്പിലേക്ക് വന്നേക്കുക. ഉറപ്പായിട്ടും കമൻറ്റും നിങ്ങളുടെ ലൈക്കും ഉണ്ടാവണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തേക്കുക, ഒരു പ്രോബ്ലം ഇല്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും ലൈക്കോ ഡിസ്ലൈക്കോ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. തൊട്ടടുത്താകുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെച്ച് ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്ത് വെച്ചിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.